السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അല്ലാഹു നമ്മെ ഇവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ഇന്ന് പട്ടിണിയെയും വിശപ്പിനെയും സമൂഹം, പ്രത്യേകിച്ച് സമൂഹത്തിലെ താഴ്ന്ന വിഭാഗങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യത്തെയും അതിന് കാരണമാകുന്ന ആഗോള സാമ്പത്തിക ക്രമങ്ങളെയും കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലം, വിശപ്പ് സഹിക്കവയ്യാതെ ഫലസ്തീനിലെ പിഞ്ചുമക്കളും വൃദ്ധരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്നതാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും കയ്യിൽ കടന്നുകൊണ്ട് വിശന്നൊട്ടി എല്ലും തൊലിയും മാത്രമായി തീർന്ന കുഞ്ഞുമക്കൾ ഡെയിലി 10-12 വീതം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ നിറച്ച ട്രക്കുകൾക്ക് മുമ്പിൽ ജൂത തീവ്രവാദികൾ സമരം ചെയ്യുന്നു. റോഡ് നിരന്നിരിക്കുകയാണ് അവർ, കൊടിയും പിടിച്ചിട്ട്. ഇങ്ങോട്ട് വരരുത് എന്ന് വാശി പിടിച്ചുകൊണ്ട് പിഞ്ചുമക്കളടക്കം വിശന്നു മരിക്കുന്ന കണ്ണീർ കാഴ്ചകൾ നമ്മളെ അലോസരപ്പെടുത്തുമ്പോൾ വിശപ്പിനെ കുറിച്ചും അതുണ്ടാക്കുന്ന സാമൂഹികമായ ദുരന്തങ്ങളെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശപ്പ് അല്ലാഹു നൽകുന്ന ഒരു മാനുഷിക ജൈവിക വികാരമാണ്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഊർജ്ജസ്വലരാകുന്നത്. ആ ഒരു വിശപ്പുള്ളത് കൊണ്ടാണ് സാമൂഹിക ക്രമം ഭദ്രമായി നിലനിൽക്കുന്നത്. വിശപ്പില്ലാത്തൊരവസ്ഥ മനുഷ്യനെ അലസരാക്കും. വിശപ്പ് ഓർത്തിട്ടാണ് വിവിധ കാഠിന്യമുള്ള ജോലികളിൽ മനുഷ്യർ വ്യാപൃതരാകുന്നത്, അധ്വാനിക്കാൻ ശീലിക്കുന്നത്. സർവശക്തനായ റബ്ബ് എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അവരാഗ്രഹിക്കുന്ന വിധം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭ്യമാക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ ഭൂമി ലോകത്ത് നടപ്പിലാക്കിയതെങ്കിൽ അലസന്മാരുടെ ഒരു ലോകമായിട്ട് ഇത് മാറുമായിരുന്നു. നമ്മുടെ ജീവിതക്രമം താറുമാറാകുമായിരുന്നു. റോഡ് നിർമ്മിക്കാൻ ബംഗാളിൽ നിന്ന് ആളുകൾ വരുന്നത് നമ്മുടെ റോഡ് നന്നാക്കിയിട്ട് സേവനം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ കൊണ്ടല്ല, നേരെ മറിച്ച് അവരുടെയും മക്കളുടെയും ഭാര്യയുടെയും മാതാപിതാക്കളുടെയും വിശപ്പ് കണ്ടിട്ട് സഹിക്കവയ്യാഞ്ഞിട്ടാണ്. ഈ ഒരു വികാരമില്ലാതെ റബ്ബ് തആല എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അതത് സമയങ്ങളിൽ ഇറക്കി കൊടുക്കായിരുന്നെങ്കിൽ ഒരാളും മേലനങ്ങിയ വർക്കിന് സന്നദ്ധരാവുകയേ ഇല്ല. വലിയ വലിയ ഗവേഷണങ്ങൾ നടക്കില്ല, ശാസ്ത്രരംഗത്ത് പുരോഗതി ഉണ്ടാവില്ല, ആരോഗ്യരംഗത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ആവശ്യമായ വിഭവങ്ങൾ അതത് സമയത്ത് ലഭ്യമാകുന്നു. അതിൽ സംതൃപ്തരായി ജനങ്ങൾ അങ്ങനെ അലസരായിക്കൂടും. അതില്ലാതിരിക്കാൻ വിശപ്പ് ആവശ്യമാണെന്ന് ഈ ലോകത്തെ പടച്ച റബ്ബിനറിയാം. അതുകൊണ്ടാണ് വിശപ്പെന്ന വികാരത്തെ അള്ളാഹു ജാലങ്ങൾക്ക് സംവിധാനിക്കുന്നത്, പ്രത്യേകിച്ച് മനുഷ്യർക്കുണ്ടാകുന്നത്. മനുഷ്യരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, മറ്റുള്ളവരെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. ഇങ്ങനെയാകുമ്പോഴും ഈ വിശപ്പിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. എന്തുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് പഠിക്കണം. കുറേ ആളുകൾക്ക് സമ്പത്ത് കൊടുത്ത് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ മറ്റു കുറേ ആളുകൾക്ക് ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുകയാണ്. ഈ ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുന്ന ആളുകളുടെ ക്ഷമയെയും അവരെങ്ങനെയാണ് ആ ഒരവസ്ഥയെ തരണം ചെയ്യുക എന്നതിനെയും അപ്പോഴും അവർക്ക് റബ്ബിനോടുള്ള വിശ്വാസത്തെയും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. സമ്പത്ത് കൊടുത്ത ആളുകൾക്കോ ആ സമ്പത്ത് ഏതൊക്കെ രീതിയിൽ അവർ സംഘടിപ്പിക്കുന്നു, ഏതൊക്കെ രീതിയിൽ അവർ അത് വിതരണം ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നത് റബ്ബ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് നമുക്കറിയാം. 35,000-ഓളം ദിർഹമുമായി ഹിജ്റ പോയിട്ട് അവസാനം തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു ചെറിയ കിഴിയിൽ തൻ്റെ ജീവിത സമ്പാദ്യം മൊത്തം ഒതുക്കിക്കൊണ്ട് നബിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
പാവപ്പെട്ടവരെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു രീതിയായിരുന്നു. അങ്ങനെ മഹാനുഭാവൻ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ഭക്ഷ്യപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അബൂജഹൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നുണ്ട്. സ്രഷ്ടാവ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇവർക്ക് അന്നം കൊടുക്കുമായിരുന്നു. പിന്നെ ഈ അന്നം നിനക്ക് നൽകിയത് അവർക്കും കൊടുത്തുകൊണ്ട് തീർക്കാൻ ആരാ എന്നോട് പറഞ്ഞത് എന്നുള്ള രീതിയിൽ അള്ളാഹു ആഗ്രഹിക്കാനെങ്കിൽ ഇവർക്കും കൊടുക്കുമായിരുന്നില്ലേ? അപ്പോൾ അവർക്ക് കൊടുക്കണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമില്ല. സൂറത്ത് യാസീനിൽ ആ ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അബൂജഹലിനോട് പറയുന്ന ഒരു ഭാഗം ഇമാം ഖുർത്തുബിയിൽ കാണാം, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാം. എന്താണ്? ഞാൻ ഈ ദാനം നൽകുന്നത് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന റബ്ബിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാനാണ്. ഇവരല്ലാഹു ദാനം ഈ സമ്പത്ത് കൊടുക്കാതെ പരീക്ഷിക്കുന്നതോ ഈ ദാരിദ്ര്യത്തെ അവർ ഏത് രീതിയിലാണ് സമീപിക്കുക, റബ്ബുമായുള്ള അവരുടെ ബന്ധത്തെ ഇത് ഏതൊക്കെ രീതിയിലാണ് ഉലച്ചിൽ തട്ടിക്കുക എന്നൊക്കെ പരീക്ഷിക്കാൻ. അപ്പോൾ സമ്പത്ത് കൊടുക്കാതെ ദാനം ചെയ്യാതെ ഞാനങ്ങനെ നിന്നാൽ ആ പരീക്ഷയിൽ ഞാൻ തോറ്റു. അപ്പോൾ സമൂഹത്തിൽ ഈ ഒരു താളക്രമം നിലനിൽക്കണമെങ്കിൽ ദരിദ്രർ വേണം. ദരിദ്രരിൽ തന്നെ വിവിധ ഘട്ടങ്ങളുണ്ടാവും, വിവിധ ദർജയിലുള്ളവരുണ്ടാകും. അതേപ്രകാരം സമ്പന്നരുണ്ടാവും. സമ്പന്നരിൽ തന്നെയും വിവിധ രീതിയിൽ സമ്പത്തിൻ്റെ ഈ വിഷയത്തിൽ വ്യതിയാനമുള്ളവരുണ്ടാകും, വ്യത്യാസമുള്ളവരുണ്ടാകും. എല്ലാവർക്കും ഒരേ ബുദ്ധി കൊടുക്കാൻ പാടില്ല റബ്ബ്. എങ്കിൽ ലോകത്തിൻ്റെ പുരോഗതി സാധ്യമല്ല. എല്ലാവരും ഡോക്ടറാവുക തീരെ സംഗതമേ അല്ല. ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ആശുപത്രി അല്ലെങ്കിൽ ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡോക്ടറല്ലാത്ത കുറേ ആളുകളുടെ സഹായം വേണം. അവിടെയുള്ള എല്ലാ ജീവനക്കാരും സ്റ്റെതസ്കോപ്പും വെച്ച് ഡോക്ടറാണെന്നും പറഞ്ഞ് കോട്ടുവിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒരാളെ കിട്ടില്ല. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് ആരെയും കിട്ടില്ല, പ്ലംബിങ്ങിന് കിട്ടൂല, വെള്ളം കൊണ്ടുവരാൻ ആളെ കിട്ടൂല, വെള്ളം ടാങ്കിലേക്ക് അടിച്ചു കയറ്റാൻ ആളെ കിട്ടൂല, ക്ലീനിങ്ങിന് ആളെ കിട്ടൂല. എന്തിനധികം ഒരു ഓപ്പറേഷൻ തിയേറ്റർ അറേഞ്ച് ചെയ്യാൻ പോലും ഡോക്ടറല്ല മിടുക്കൻ, അതിൻ്റെ ഡിപ്ലോമയും കോഴ്സും കഴിഞ്ഞ മറ്റാളുകളുണ്ടാകും. ഈ വ്യത്യസ്തതകളുടെ സംയോജനമാണ് ജീവിതം എന്ന് പറഞ്ഞത്. എല്ലാവരും ഡോക്ടറായാൽ ഈ പരിപാടികളൊന്നും നടക്കില്ല എന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ബുദ്ധി വൈഭവം നൽകില്ല. ലോകത്തിന് ആവശ്യമായ എല്ലാ രീതിയിലും പെട്ട ആളുകളെ റബ്ബ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ. എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ, എന്തുകൊണ്ട് അവൻ്റെ മകൻ അങ്ങനെ എന്നത് മക്കളുടെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ആലോചനയിൽ വരുന്നതിന് തിരക്കിടൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ തന്നെ ആയിപ്പോയല്ലോ, എന്നെ ഇങ്ങനെ തന്നെ ആക്കിയല്ലോ എന്നുള്ള രീതിയിലുള്ള വിലാപങ്ങൾക്ക് ഒരർത്ഥമല്ല. ഒന്ന്, റബ്ബിന് ഈ വ്യത്യസ്തതകൾ കൊണ്ട് വലിയൊരു ലക്ഷ്യമുണ്ട്. രണ്ടാമത്തേത്, അങ്ങനെയൊക്കെ ആയിത്തീരുന്നതിൽ നമ്മുടേതായ അധ്വാനത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ്. സമയാനുസരണം നമുക്ക് അങ്ങോട്ട് കടന്നു വരാം. വിശപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വികാരമാണ്. അത് നിങ്ങൾ തല്ലിക്കോളൂ, നിങ്ങൾ കൊന്നോളൂ, പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഇതേ പേരിൽ കവിതകളൊക്കെ ഉണ്ട് നമ്മുടെ മലയാളത്തിലും ഇതര ഭാഷകളിലുമൊക്കെ. തല്ലിടാം, കൊന്നിടാം, ഊഴും കടത്തിടാം, ആകില്ലാതൻ വയറിലെ തീ കെടുത്താൻ. പലസ്തീനിലൊക്കെ ഇപ്പോൾ ആ കുട്ടികൾ പാടേണ്ട ഒരു കവിതയാണിത്. തല്ലിടാം, കൊന്നിടാം, ഊരും കടത്തിടാം, പക്ഷെ ആകില്ല എൻ വയറ്റിലെ തീ കെടുത്താൻ. നോമ്പുകാലത്തുണ്ടായിരുന്നു ഫലസ്തീനിലെ ഒരു ഉമ്മയുടെ കരള് പിളർക്കുന്ന ഒരു വീഡിയോ. ഒരിത്തിരി മുരിങ്ങ പോലത്തെ കുറെ മുരിങ്ങ പോലത്തെ ഇലകളുടെ ഒരു പിടി കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അവർ പറയാണ്, ഇതാണെന്ന് നോമ്പ് തുറക്കാനുള്ളത്. പക്ഷേ അത്താഴത്തിന് മക്കൾക്ക് എന്താ കൊടുക്കുക എന്നുള്ളത് അറിയില്ല. സമ്പൂർണ്ണ ശൂന്യതയാണ് എൻ്റെ വീട്ടിൽ. അതുപോലും ഇല്ലാഞ്ഞിട്ട്, നേരാവണ്ണം വെള്ളം കുടിക്കാനില്ലാഞ്ഞിട്ട്. ഇപ്പൊ ഗസയിലൊക്കെ ബാർട്ടർ സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നാണ്. പണ്ട് അങ്ങനെയായിരുന്നു. ഒരു ആഗോള രീതിയിലേക്ക് ചിന്തിച്ച് ഈ നാണയം എന്ന രീതിയിലേക്ക് മനുഷ്യൻ ചിന്തിച്ചു വരുന്നതിൻ്റെ മുമ്പ് സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് ഗസയിലൊക്കെ നിലനിൽക്കുന്നത് ആ രീതിയാണ്. ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പരസ്യം ചെയ്യാണ്, എൻ്റെ കയ്യിൽ ഡയപ്പറുണ്ട്, ആരെങ്കിലും 1 കിലോ ഗോതമ്പ് മാവ് തരികയാണെങ്കിൽ ഞാനിത് നൽകിക്കോളാം എന്ന്. ഗസയിലെ ഏറ്റവും മൂല്യമുള്ള നാണയം ഗോതമ്പ് പൊടിയാണെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും മൂല്യമുള്ള നാണയം.
$200 അതിന് വില പറയുന്നത്. ബാങ്കുകളൊന്നും പൂട്ടിപ്പോയത് കൊണ്ട് അവിടെയുള്ള കാശ് ബാങ്കിലിട്ടവർക്ക് പോലും പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നാണ്. പിൻവലിക്കണമെങ്കിൽ അവർക്ക് ഏജന്റുമാരെ സമീപിക്കണം. 48% അവർ കമ്മീഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചില ഏജന്റുമാർ. എന്ന് വെച്ചാൽ 100 രൂപ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ 52 രൂപയെ ആ ഉടമസ്ഥന് കിട്ടുള്ളൂ. ബാക്കിയുള്ള 48 കമ്മീഷനായി ഇടയ്ക്ക് ഇറങ്ങിപ്പോകും. 3-4 പെൺകുട്ടികളുള്ള ഒരു പിതാവിൻ്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ 4 പെൺകുട്ടികൾക്കും ഭാര്യയ്ക്കും ഡയപ്പർ ആവശ്യമുണ്ട്. അവർക്ക് മെൻസസ് സമയത്ത് ഈ സാധനം ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ ഡയപ്പർ കൊണ്ട് വിശപ്പ് മാറില്ല എന്നുള്ളത് കണ്ട് ആ മനുഷ്യൻ, എൻ്റെ കയ്യിലൊരു പാക്ക് ഡയപ്പറുണ്ട്, 1 കിലോ ഗോതമ്പ് മാവ് തരികയാണെങ്കിൽ ഞാനത് വിൽക്കാമെന്ന് പരസ്യം ചെയ്തതിനെക്കുറിച്ച് ലോകത്ത് മാനവിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരൊക്കെ വളരെ ദുഃഖത്തോടുകൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശപ്പെന്ന വികാരത്തെ സഹിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവനെ പരിചരിക്കാനും പരിഗണിക്കാനുമുള്ള ബോധത്തിലേക്ക് മനുഷ്യനെ ഉയർത്താൻ അള്ളാഹു കൃത്യമായ രീതിയിൽ നോമ്പ് സംവിധാനിക്കുന്നത്. നല്ല ഉഷാറിൽ ജീവിക്കുന്നവന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്ന് പട്ടിണി കടന്നു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ പട്ടിണിയുടെ മൂല്യം എന്താണെന്ന്, ഭക്ഷണമില്ലാത്തവൻ്റെ വിഷമങ്ങളും വ്യഥകളും എന്താണെന്ന്. അത് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന് വിശപ്പ് എന്ന പേരിൽ തന്നെ ഒരു കഥയുണ്ട്, ഒരു ചെറുകഥ. ആ കഥയുടെ പ്രമേയം, പനിച്ചു കിടക്കുന്ന മോനെ ഒരിത്തിരി കഞ്ഞിയുടെ വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത ചിരുത എന്ന് പറയുന്ന ഒരു സാധു ദരിദ്രവാസിയാകുന്ന ഗ്രാമീണ സ്ത്രീയുടെ വിശപ്പും വിലാപവും. അവരാ കഥ തുടങ്ങുന്നത് തന്നെ, ഇന്നേക്ക് 2 മോന്തി ഇരുട്ടിപ്പുലർന്നു, 2 മോന്തി രാത്രി ഇരുട്ടിപ്പുലർന്നു എന്ന് വെച്ചാൽ 3-ാം ദിവസത്തിലേക്ക് കടന്നു. വാട്ടിയ കയ്പ് കപ്പ മഞ്ഞളിട്ട് കൊടുത്തിട്ട് തൊണ്ട അനങ്ങിയിട്ടില്ല. പനിച്ചു കിടക്കുന്ന കുട്ടിക്ക് അവർക്ക് കൊടുക്കാനുള്ള ആകെ ഭക്ഷ്യപദാർത്ഥം വാട്ടിയ കയ്പ് കപ്പ. ഈ കപ്പ ഇങ്ങനെ ചെത്തിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട്, അപ്പോൾ നല്ല ഹാർഡാവും. പെട്ടെന്നൊന്നും ഈ ജീവികളുടെ ഈ എന്താണ് പറയുക, കുറിഞ്ചാത്തൻ ഉറക്കുത്തൻ പോലത്തെ ഒന്നും കുത്തുപറ്റാത്ത വിധം അത് കുറച്ച് ഹാർഡായി തീരും. ഈ സാധനം സൂക്ഷിച്ചു വെച്ചിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതുകൊണ്ട് വിഭവം ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മാനായ ഷാലിയാത്തിയുടെ അൽ ഫത്താവൽ അസ്ഹരിയ എന്ന് പറയുന്ന ഫത്താവ ഗ്രന്ഥത്തിൽ കപ്പയ്ക്ക് സക്കാത്ത് കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടക്കുന്നത്. കപ്പയ്ക്ക് സക്കാത്ത് വേണ്ടി വരും. സാധാരണഗതിയിൽ കപ്പയ്ക്ക് സക്കാത്തില്ല. പക്ഷെ ഒരു സീസണിൽ നമ്മുടെ നാട്ടിലെ മൊത്തം ഈ മുഖ്യ ഭക്ഷണ വിഭവമായിട്ട് കപ്പ മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കപ്പയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ? മുഖ്യ ആഹാരമാണല്ലോ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണങ്ങിയ കയ്പ് കപ്പ കൊടുത്തിട്ട് അവന്റെ ഇളം ഒന്ന് ഈ തൊണ്ടൊന്നും അനങ്ങണില്ല, ഇത്തിരി അതട ഇറക്കുന്ന പോലും ഇല്ല എന്നാണ്. ഇനി എന്ത് വേണം? ഈ കഞ്ഞിന്റെ വറ്റും വെള്ളവും തന്നെ ഇല്ലാണ്ട് അവന്റെ ബാക്കി നിലനിൽക്കില്ല എന്നാണ് ഗസയിൽ ഇതാ നടക്കുന്നത്. കഞ്ഞിയും കഞ്ഞിയുടെ വെള്ളവും ഇല്ലാതെ ബാക്കി ജീവൻ നിലനിൽക്കൂല. അങ്ങനെ പലരെയും ചിരുത ഈ ഇത്തിരി നെല്ല് തരുമെന്ന് ചോദിച്ച് സമീപിക്കുകയാണ്. എല്ലാവരും അവരെ ഓടിച്ചു വിടുന്നു. അവസാനം ഗോവിന്ദൻ എന്ന് പറയുന്ന വലിയ നെല്ല് അരി മുതലാളിയുടെ കടയുടെ മുന്നിൽ ഈ ലോഡിംഗ് സമയത്ത് വീണുപോയ കുറച്ച് നെല്ല് ധാന്യങ്ങൾ ഓരോന്നും നുള്ളിപ്പെറുക്കി ചിരുത എന്ന വൃദ്ധ തൻ്റെ മടിക്കുത്തിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗോവിന്ദ മുതലാളി വന്നിട്ട് ഓടിച്ചു വിടുന്നതാണ്. ആരാൻ്റെ ധാന്യം തന്നെ തിന്നണല്ലേ എന്ന് ചോദിച്ച്, ഇനിയും ഈ അന്യൻ്റെത് തന്നെ മോഹിക്കണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓടിച്ചു വിടുകയാണ്. ആർക്കും ഒരു ഉപകാരമില്ലാതെ അവിടെ വീണ് കിടക്കുന്ന ആ നെല്ല് പെറുക്കിയിട്ടെങ്കിലും പനി പിടിച്ച് കിടക്കുന്ന മോനിത്തിരി കഞ്ഞിയുടെ വെള്ളം കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ചിരുതയെ അവിടുന്ന് ഓടിച്ചു വിടുക. ഈ കഥയുടെ പിൽക്കാലത്ത് ഈ മോൻ അഡ്വക്കറ്റ് ആകുന്നുണ്ട്. ഇത്തിരിയൊക്കെ സമ്പത്തും പത്രാസും ഒക്കെ വരുന്നുണ്ട്. ബഷീറിന്റെ തന്നെ ഭാഷയിൽ പത്രാസ് വരുന്നുണ്ട്. ആ സമയത്ത് മക്കൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾ ആകെ പ്രകോപിതനാവൽ, 1 വറ്റോ 2 വറ്റോ മക്കള് പാത്രത്തിൽ നിന്ന് പുറത്ത് കളയുമ്പോഴാണ്. അപ്പൊ ഗോവിന്ദൻ മുതലാളിയെ പോലെ ആക്രോശിക്കുന്നതാണ്. പണ്ട്
അമ്മ പനിച്ചു കിടക്കുന്ന സമയത്ത് കഞ്ഞിയുടെ വെള്ളം കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഇത്തിരി അരി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഈ ഗോവിന്ദൻ മുതലാളിയുടെ കടയുടെ മുമ്പിൽ വീണുപോയ നെല്ല് പെറുക്കുമ്പോൾ അദ്ദേഹം ആക്രോശിച്ചോടിച്ചതുപോലെയുള്ളൊരു വികാരത്തിലേക്ക് ഈ മകനാകുന്ന വക്കീൽ പിന്നീട് മാറുന്നതാണ്. വിശപ്പിന് എത്ര മനോഹരമായി അവതരിപ്പിച്ച ചെറുകഥ വേറുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പട്ടിണി കൊടുകുത്തി വാണൊരു കാലം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് 1921 ശേഷം. പ്രായപൂർത്തിയായ മനുഷ്യരെല്ലാവരും, പുരുഷന്മാരെല്ലാവരും കൊല ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ആൻഡമാൻ പോലെയുള്ള ഒരിക്കലും മനുഷ്യവാസം അന്ന് സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത നാടുകളിലേക്ക് കടത്തപ്പെട്ടു. സ്ത്രീകൾ മാത്രമായി തീർന്നു. ആ ഒരു സമയത്താണ് MP നാരായണ മേനോൻ മദ്രാസിലെ വൈസ്രോയ്ക്ക് കത്തെഴുതുന്നത് പോലും. ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകൾ അവർക്ക് വിശപ്പാണെങ്കിലും പട്ടിണിയാണെങ്കിലും ആത്മാഭിമാനം സൂക്ഷിക്കുന്നവരാണ്. അവർ ജോലിക്ക് പോകുന്നല്ലാതെ ഒരിക്കലും അവർ ഈ യാചിക്കാൻ വരാറില്ല. പക്ഷേ മുഴുപ്പട്ടിണി സഹിക്ക വയ്യാതാണ് ഈ റംസാൻ കാലത്ത് നിങ്ങളുടെ മദിരാശിയിലൂടെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുന്നത്, എന്തെങ്കിലും ചില്ലിക്കാശ് ഒപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പാക്കേജ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് MP നാരായണ മേനോൻ കത്തെഴുതുന്നുണ്ട്. അന്ന് ഈ കൊലച്ചു നിൽക്കുന്ന വാഴയുടെ ഈ കൊല കൊണ്ടുപോകുന്നത് അപരാധമാണെന്നുള്ള ബോധത്തോടു കൂടെ തന്നെ മൂത്ത് നിൽക്കുന്ന വാഴയുടെ കൊല വെട്ടി നിലത്ത് വെച്ച് സുരക്ഷിതമായി വെച്ചിട്ട് അതിൻ്റെ ആ കാമ്പും അതിൻ്റെ ആ കല്ലയും, ആ എണ്ണിക്കാമ്പും അതിൻ്റെ ആ കല്ലയും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന രീതി പോലും ഉണ്ടായിരുന്നു. എന്തിനാ? വിശപ്പ് മാറണം, ഇതൊന്ന് ചൂടാക്കി കഴിച്ചിട്ടെങ്കിലും. പിന്നെ ഗൾഫ് പ്രവാസമൊക്കെ വന്നതിന് ശേഷം, ശരിക്ക് 1946 പ്രവാസം തുടങ്ങുന്നത്. അന്ന് കറാച്ചിയിലുണ്ടായിരുന്ന ഈ പൊന്നാനിക്കാരനാകുന്ന ഹംസ അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് വരാൻ മോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ 47 വിഭജനവും സ്വാതന്ത്ര്യമൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിൽ നല്ലൊരു ജോലി ഉണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടുന്നു. അദ്ദേഹം കപ്പൽ മാർഗം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു. പക്ഷേ ഷാർജ ഭാഗത്തെത്തിയപ്പോൾ കപ്പലിന് നാശം വരികയും അവിടെ ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഷാർജയിലെത്തിയിട്ട് അന്നവിടെ മീൻ പിടിച്ച് നടക്കുന്നവരായിരുന്നു അറബികൾ, കക്ക വറുക്കുന്നവരായിരുന്നു അറബികൾ. സാമ്പത്തികമായിട്ടൊരു പുരോഗതിയൊന്നുമില്ലായിരുന്നു. എന്നാലും ഇവർക്കൊരു കച്ചവടം എന്ന രീതിയിലാണ് ഒരു മലയാളിയുടെ ആദ്യ സംരംഭം ഗൾഫിൽ സ്ഥാപിക്കപ്പെടുന്നത്. ബിസ്മില്ല ഹോട്ടൽ എന്ന് പറയുന്ന ചെറിയ ചായ്പ് കട. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്രവാസത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന് മുന്നുണ്ടായിരുന്നു. അതേ കാണുന്ന അബുദാബി ചാടി നീന്തിക്കുമെന്നും പറഞ്ഞിട്ട് തട്ടിപ്പിലാക്കി പലപ്പോഴും മനുഷ്യൻ മരണപ്പെടുന്ന, ചിലരൊക്കെ കരപിടിക്കുന്ന, ചിലരൊക്കെ എത്തിച്ചേരുന്നത് മദ്രാസിലായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പത്തേമേരിയിലാണ് അന്ന് ഗൾഫിലേക്ക് പോകുക. പതിയെ 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 ഗൾഫ് പണം വരുന്നു. നമ്മുടെ നാട്ടിൽ ഉന്നതങ്ങളായ സൗധങ്ങൾ ഉണ്ടാകുന്നു, വിശപ്പ് മാറുന്നു. പലരും ഉള്ള ഭക്ഷണം എന്താ ചെയ്യാന്നറിയാത്ത വിധം ബുദ്ധിമുട്ടിപ്പോകുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ കഥ എഴുതുന്ന ചിരുതയുടെ കാലത്ത് പനിച്ചു കിടക്കണ മോന് കഞ്ഞിവെള്ളം കൊടുക്കാൻ 4 നെല്ല് എവിടുന്ന് കിട്ടും എന്നന്വേഷിച്ചു പോകുമ്പോൾ ഈ വേസ്റ്റാക്കി തട്ടിയ ഭക്ഷണം എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് എത്തുന്നത് ഈ ഗൾഫ് പണത്തിൻ്റെ കുത്തൊഴുക്കോടുകൂടെയാണ്. എന്തായാലും ഇന്നും ലോകത്ത് വലിയൊരു സമൂഹം പട്ടിണി കിടക്കുന്നുണ്ട്. ഈ ആഗോള പട്ടിണി ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ചില കണക്കുകൾ ലോകാടിസ്ഥാനത്തിൽ പുറത്തു വരും. കഴിഞ്ഞ വർഷം ആകെ 295.3 ദശലക്ഷം ആളുകളായിരുന്നു കടുത്ത പട്ടിണി അനുഭവിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത്ര ദശലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ. ഞാനതുകൂടെ വിശദീകരിച്ച് സമയമെടുക്കുന്നില്ല. 65 രാജ്യങ്ങളിൽ നിന്ന് എടുത്തൊരു കണക്കാണിത്. ഈ 65 രാജ്യങ്ങളിൽ 53 രാജ്യങ്ങളുടെയും ജനസംഖ്യയുടെ 4/1 പട്ടിണിക്കാരാണെന്നാണ് ഈ കണക്ക് പ്രസിദ്ധീകരിച്ചവർ പറയുന്നത്. എന്നാൽ ഈ വർഷമാകുമ്പോഴേക്കോ, അതായത് 2023 കണക്കാണിത്, അന്ന് 281.6 ദശലക്ഷം ആളുകൾ, അതിലേറെ ആളുകൾ കൊടുമ്പട്ടിണിക്കാരാണ് ലോകാടിസ്ഥാനത്തിൽ. എന്തുകൊണ്ട് എന്നുള്ളതിലേക്ക് നമുക്ക് കടന്നു വരണം. നമ്മുടെ ഇന്ത്യയുടെ കാര്യവും ഈ വിഷയത്തിൽ വളരെ ദയനീയമാണെന്ന് നമുക്കറിയാം. ഏകദേശം
ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള 5 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യം വരുന്നുണ്ട്. നമുക്കതിൽ വിഷമമുള്ളതുകൊണ്ട് പറയണം, അല്ലാതെ മാനം കെടുത്താനോ ഏതെങ്കിലും ആളുകൾ മോശമാണെന്ന് തെളിയിക്കാനോ ഒന്നുമല്ല. നമ്മൾ 105-ാം സ്ഥാനത്താണ് പട്ടിണി വിശപ്പ് സൂചികയിൽ. 127 രാജ്യങ്ങളെ ആ പട്ടികയിൽ വരുന്നുള്ളൂ കേട്ടോ. ആ 127 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും പുതിയ സ്കോർ 105-ആണ്. എന്ന് വെച്ചാൽ നമ്മളെക്കാൾ പട്ടിണി ഇല്ലാത്ത രീതിക്ക് നമ്മുടെ നാട്ടിന് അയൽക്കാരാകുന്ന ശ്രീലങ്കയും നേപ്പാളും മ്യാൻമറും ഒക്കെ നമ്മുടെ മുന്നിലാണ്. അവരൊക്കെ. അഫ്ഗാനിസ്ഥാനിലെ നാണയത്തിന് പോലും നമ്മുടെ നാണയത്തിനേക്കാൾ മൂല്യമുണ്ട്. നമ്മൾ 1 രൂപയും 60 പൈസയും കൊടുത്താലേ അഫ്ഗാനിസ്ഥാനിൽ 1 രൂപ കിട്ടുള്ളൂ. ഇത് ഏതായത് രാജ്യം കൂടി നമ്മൾ നോക്കണം. മുഗളന്മാർ ഭരിക്കണ കാലത്ത് ലോകത്തെ ഏറ്റവും 1-മത്തെയോ 2-മത്തെയോ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. അവർ കട്ടുമുടിക്കല്ല ചെയ്തത് എന്നർത്ഥം. ഇന്ത്യയുടെ സ്വത്ത് മൊത്തം ഏതാനും ആളുകൾക്ക് വേണ്ടി നൽകുകയല്ല അവർ ചെയ്തത് എന്നർത്ഥം. ഈയിടെ വിവാദമായ ചില രാഷ്ട്രീയ പരാമർശങ്ങളും പോസ്റ്ററുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 ഗുജറാത്തികൾക്ക് ഇന്ത്യയെ വിറ്റുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആകെ മൊത്തം ടോട്ടൽ ഇന്ത്യയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 4 ഗുജറാത്തികളാണ്. 2 പേര് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. 2 ആളുകൾ അത് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ പോലും വിൽക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ പലയിടങ്ങളിലും നടക്കുന്ന നിർമ്മാണ സൗന്ദര്യവൽക്കരണ പരിപാടികൾ. വിൽക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. വിൽക്കാൻ വെക്കണതിൻ്റെ മുമ്പ് പശുക്കൂട്ടിനൊന്ന് കുളിപ്പിച്ച് എണ്ണയിക്കണ ഒരു രീതിയില്ലേ, അതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പേര് വിറ്റുകൊണ്ടിരിക്കുന്നു, 2 പേർ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ മൊത്തം സമ്പത്തിൻ്റെ ഏകദേശം 80% 1,200 ആളുകളിൽ കേന്ദ്രീകരിക്കുന്നു. ബാക്കിയുള്ള ദരിദ്ര കോടികളാകുന്ന ഏകദേശം 148-149 കോടി ജനങ്ങൾക്ക് ഇന്ത്യയുടെ മൊത്തം സമ്പത്തിൻ്റെ 20% മാത്രം കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ടോയ്ലറ്റ് ഇല്ലാത്തവർ ഏകദേശം 50% വരും. നമ്മുടെ കേരളത്തിൻ്റെ ഗൾഫ് വരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഷിഹാബുദ്ദീൻ പൊയ്ക്കുത്തുംകടവിൻ്റെ 2 പുസ്തകത്തിലെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാനം നടത്തിയത് ഗൾഫ് പണാണ് എന്നുള്ളത്. അയാൾ ഏതർത്ഥത്തിൽ ഉദ്ദേശിച്ചു എന്ന് എനിക്കറിയില്ല. ഈ അർത്ഥത്തിൽ അത് ശരിയാണ്. ഏത് വീട്ടിലും 4-5 ടോയ്ലറ്റ് കാണും, 2-3 എന്തായാലും കാണും. ഉത്തരേന്ത്യയിൽ 200 വീടുകൾക്ക് 1 ടോയ്ലറ്റൊക്കെ ഇടണ്ട അത്രേ. പിന്നെ അവരെന്ത് ചെയ്യും? അവരുടേതായ താല്പര്യങ്ങൾ, അവർക്ക് പറ്റുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർവഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ചേരി പ്രദേശങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ചേരി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സംസ്കരിക്കുക എന്നതിനപ്പുറം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയൊക്കെ സന്ദർശിച്ചപ്പോൾ ധാരാവി പോലെയുള്ള ചേരി പ്രദേശങ്ങൾ മതിൽ കെട്ടി മിനുക്കി പൈൻ്റടിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്തത്. അപ്പുറമുള്ള പുഴുക്കളെ പോലെയുള്ള മനുഷ്യരെ ഇവരൊന്നും കാണരുത് എന്ന് കരുതിയിട്ട്. അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ സൂചികയിൽ ഇനിയും ഇന്ത്യ ആര് ഭരിച്ചാലും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന ആൾ ഭരിക്കുക എന്നുള്ളതൊന്നുമല്ല, അന്തത്തോടുകൂടെ രാജ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും പട്ടിണിക്കാരാകുന്ന 5 രാജ്യങ്ങളെ എടുത്താൽ അതിലൊന്ന് നമ്മുടെ മഹത്തായ രാജ്യം ഇന്ത്യയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചൊരു കണക്കെൻ്റെ മുമ്പിലുണ്ട്. ഓരോ നാടും എണ്ണിപ്പറഞ്ഞ് ഞാൻ സമയമെടുക്കുന്നില്ല. ഇന്ത്യയിൽ 234 ദശലക്ഷം ആളുകൾ പട്ടിണിയിലാണെന്നാണ് ഈ കണക്ക് പറയുന്നത്. പാകിസ്ഥാനും എത്യോപ്യയും നൈജീരിയയും കോങ്കോയുമാണ് നമ്മളോടൊപ്പമുള്ള ഈ 5 രാജ്യങ്ങൾ പട്ടിണിയുടെ വിഷയത്തിൽ. അപ്പം എന്തുകൊണ്ട് പട്ടിണി, എന്തുകൊണ്ട് ദാരിദ്ര്യം, എന്തുകൊണ്ട് ഗസയിലൊക്കെ ഇത്രമേൽ മക്കൾ വിഷമിച്ച് ദുരന്തം പൂർണ്ണമായ മരണം സ്വീകരിക്കേണ്ടി വരുന്നു? നമുക്ക് ചർച്ച ചെയ്യാം. ഇടക്കാലത്ത് ലോകത്ത് വന്ന ഒരു വലിയ മാറ്റമായിരുന്നു ആഗോളീകരണം, ഔലമ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്ന സാധനം. എന്താണ് ഈ ആഗോളീകരണം? സാമ്പത്തികവും സാമൂഹികവും സാങ്കേതികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ രംഗങ്ങളിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ബന്ധത്തിനാണ് ഈ ആഗോളീകരണം എന്ന് പറയുന്നത്. അതോടുകൂടെ ലോകം ഒരു ഗ്രാമമായി എന്നാണ്. അങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ ആപ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ചൈനയിൽ നിന്നുള്ള
ടോർച്ച് മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയും ഉപ്പും പഞ്ചസാരയും വരെയും നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോകം മൊത്തം ഒരു ചെറിയ ഗ്രാമമായിട്ട് ഇങ്ങോട്ട് ചുരുങ്ങി വന്നു. ഒരു ഗ്രാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ലഭ്യമാകും അതുപോലെ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങൾ നടന്നു. ആഗോള കരാറുകൾ ഉണ്ടായി. രാഷ്ട്രീയ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വന്നു. സാങ്കേതിക സഹായങ്ങൾ കൈമാറുന്ന ഒരു രീതി വന്നു. ഈ ആഗോളീകരണം തുടങ്ങുമ്പോൾ തന്നെയും അതിനെ വിമർശിച്ച് അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ധാരാളം പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, MP വീരേന്ദ്രകുമാറൊക്കെ പിൽക്കാലത്ത് ഈ ഒരു ഒഴുക്കിനോടൊപ്പം നീങ്ങേണ്ടി വന്നു. പക്ഷെ ആഗോളീകരണത്തിൻ്റെ തുടക്കത്തിൽ ഗാട്ടും കാണാ ചരടുകളെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കുറേ പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കോ പിന്നീട് അത് ബോധമില്ലാതെ വന്നു. രാഷ്ട്രീയമായ ഒഴുക്കിൽ ഇത്തരം ആഗോളീകരണത്തിനൊക്കെ പിന്തുണ കൊടുക്കേണ്ടി വന്നു. അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ടോർച്ചിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ ഒരു ടോർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2-3-4 സെല്ലൊക്കെ ഇട്ടിട്ട് പിന്നെ ആ പോയിന്റ് കണക്കാക്കിക്കൊണ്ട് തിരിച്ചുകൊണ്ടിരുന്ന സാധനം അതിനന്ന് എന്ത് വില കൊടുക്കണമായിരുന്നു. ഇന്ന് 10 രൂപക്ക് തൂങ്ങിക്കിടക്കുന്ന കീച്ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടോർച്ച് കിട്ടും. അതൊരു 4-5 മാസം ഉപയോഗിക്കാൻ പറ്റും. മൊബൈൽ ഫോൺ ഇറങ്ങുന്ന കാലത്ത് ചെറിയ മോട്ടറോളയുടെ സെറ്റിന് എന്തൊരു വിലയായിരുന്നു. ബഹുമാന്യരാകുന്ന ഒരു ഉസ്താദ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്, ഞാനന്ന് രോഗമായിട്ട് കിടക്കുകയായിരുന്നു. എന്നിട്ട് ഉസ്താദ് വരുമ്പോൾ നാട്ടിലുള്ള ഒരാളോട് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് എൻ്റെ പെരാന്നുള്ളത്. പിന്നീട് അയാൾ എന്നെ കണ്ടു. ഈ വഴി ചോദിക്കപ്പെട്ട ആളിൻ്റെ അപ്പം കണ്ടു. ഏതായിരുന്നു ഉസ്താദ് എന്നൊക്കെ മൂപ്പരിങ്ങനെ കൗതുകത്തോടൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കുറച്ചടുത്തേക്ക് നിന്നിട്ട് മൂപ്പര് പറഞ്ഞൊരു വളരെ ആകാംക്ഷപൂർണമായൊരു സംഗതി ഉണ്ട്. മൂപ്പർക്ക് മൊബൈലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ല മൂപ്പർക്ക് മൊബൈലൊക്കെ ഉണ്ട്. മൊബൈലിൻ്റെ ആ ഒരു സെറ്റിന് വലിയ വില കൊടുക്കണമായിരുന്നു. കോല് പൊന്തിക്കണ മോട്ടറോളയ്ക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് 3 സിം ഇടാൻ പറ്റുന്നതും എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം 500 രൂപയ്ക്ക് അതിൻ്റെ താഴേക്കും കിട്ടുമ്പോൾ ഇന്ന്. ഇതൊക്കെ ആഗോളീകരണം കൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ്. പക്ഷെ അതുകൊണ്ട് കുറേ പ്രത്യാഘാതങ്ങളുണ്ടായി. 1997 UNDP പുറത്തിറക്കിയ മാനക വികസന റിപ്പോർട്ടിൽ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് ഓരോന്ന് പറയാൻ നമുക്കൊരു ക്ലാസ് മതിയാവില്ല. സാമ്പത്തിക രംഗത്തെ അസന്നിഗ്ധാവസ്ഥയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്ന് വെച്ചാൽ ഈ വരുമാന സ്രോതസ്സുകളിൽ അസ്ഥിരത വന്നു. സ്ഥിരമായൊരു വരുമാനം കിട്ടുക എന്നുള്ള രീതി മാറി. ഏത് നിമിഷവും എല്ലാ സംവിധാനങ്ങളും തകരും എന്ന് വന്നു. ഈ നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ കാണാറില്ലേ, ഈ കരടി, കാളക്കൂറ്റം എന്നൊക്കെ പറയണ ഓരോ സാധനം. ഈ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചെറിയ ചാഞ്ചല്യം പോലും ലോകാടിസ്ഥാനത്തിൽ ബാധിക്കുന്ന ഒരവസ്ഥ വന്നു. ഇപ്പം അമേരിക്കൻ വിപണിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അമേരിക്കനെ മാത്രമല്ല ബാധിക്കുക, ലോകത്തിനെ മൊത്തം ബാധിക്കും. ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടാകുന്ന സാമ്പത്തിക ക്രൈസിസുകൾ നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമങ്ങളെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഈ ആഗോളീകരണത്തിൻ്റെ ശേഷമാണ്. പിന്നെ കുറേ ആളുകളിലേക്ക് സ്വത്ത് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം. മൂലധനത്തിന് അനിയന്ത്രിതമായ ഒഴുക്കുണ്ടായി. അപ്പം രാജ്യങ്ങളെപ്പോലും വിലയെടുക്കാൻ പറ്റും വിധത്തിൽ, വിലക്കെടുക്കാൻ പറ്റും രീതിയിൽ കുറേ മുതലാളിമാർ വളർന്നു വന്നു. ഇപ്പോൾ നമ്മുടെ നാടിനൊക്കെ ഏകദേശം അவ்விധത്തിലേക്ക് കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് 2-3 ആളുകൾ. രാജ്യത്തെ തന്നെ വില പറഞ്ഞ് വാങ്ങാൻ പറ്റും വിധത്തിലേക്ക് അവരുടെ സമ്പത്ത് കൂടി വന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു രീതിയിലേക്ക് ഗവൺമെൻറ്റുകളൊക്കെ മാറും. ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് നമുക്ക് കുറേ മുമ്പ് വായിച്ചത് പരിചയമുണ്ട്. ബാങ്കിങ് സ്ഥാപനങ്ങളിലൊക്കെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വെക്കാനോ കൊണ്ടുവരാനോ പറ്റാത്ത രീതിയിലേക്ക് മാറി. നമ്മുടെ നാട്ടിലുണ്ടായ ഈ 1000 നോട്ട് നിരോധനത്തെക്കുറിച്ച് നമുക്കറിയാലോ. ഭാഷാ നിരോധനം എന്ന പേര് റഹീം പൊന്നാടിൻ്റെ ഒരു കവിതയുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. ഒരാൾ നാട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഭാഷ നിരോധിച്ചിരിക്കുകയാണ്. ഇനി അതൊന്നും പറയാൻ പറ്റില്ല. പോസ്റ്റ് ഓഫീസിൽ വരുന്ന 2 പദം കൊടുത്താൽ വേറൊരു പുതിയ പദം തരും എന്നും പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന മരിച്ച ആളുകളെ കുറിച്ച് വീട്ടിലേക്ക് ചെല്ലണ സമയത്ത് ഇതൊന്നും അറിയാത്ത കുഞ്ഞ് പഴയ ഭാഷയിൽ കരയുന്നത് കേട്ടിട്ട് ഓടിച്ചെന്ന് വാ പൊത്തണതിനെ കുറിച്ചിട്ട്
മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് പറയാണ് 1000-ന്റെ നോട്ട് ഇനി ഉപയോഗിക്കാനേ പറ്റൂല എന്നൊരൊറ്റ രാത്രി കൊണ്ട്. അദ്ദേഹം സിംഗപ്പൂർ പോയിട്ടും വളരെ ചിരിച്ച് താൻ നടത്തിയൊരു വലിയ ധീരകൃത്യം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. 250ഓളം ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രകാരം ഇത് സംബന്ധിച്ച് മരണപ്പെട്ടു. വരി നിന്നിട്ട് തിരക്കപ്പെട്ടിട്ട്. മോളെ കല്യാണം നാളെ നടക്കാൻ പോകുന്നയാൾ, ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്നയാൾ, അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി കൊണ്ടുവന്ന് വെച്ച 4-5 ലക്ഷം ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ അന്താളിച്ചു നിന്നു. വരി നിന്നാൽ 2000 രൂപ മാറ്റി കൊടുക്കും. എത്ര ദിവസം വരി നിൽക്കണം? എത്ര ദിവസം വരി നിൽക്കണം? ദാരിദ്ര്യം ഉണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ചില തീരെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്നത് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഈ ആഗോളീകരണം കൊണ്ട് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഈ സംസ്കാരങ്ങളുടെ കൈമാറ്റം എല്ലാം യൂറോപ്പായി മാറി. കാരണം അവർക്ക് സാമ്പത്തിക രംഗത്ത് ആധിപത്യമുണ്ട്. യൂറോപ്യൻ രീതി ഭക്ഷണത്തിലും ഫുഡിലുമൊക്കെ സ്വീകരിച്ചാലേ അവൻ പുരോഗമനക്കാരനാവുള്ളൂ എന്നുള്ള ധാരണ പരന്നു, അല്ലെങ്കിൽ ബോധപൂർവം പരത്തി. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷണത്തിലും പിന്നെ ആഘോഷങ്ങളിലുമൊക്കെ യൂറോപ്യൻ ടച്ച് വന്നു. ഇതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ 1998 33 ദശലക്ഷം 1998 എന്ന് വെച്ചാൽ ആഗോളീകരണം തുടങ്ങി സമൂഹത്തിൽ ഇതിങ്ങനെ സ്വാധീനിച്ചു വരുന്ന ആ കാലത്ത് 33 ദശലക്ഷം എയ്ഡ്സ് രോഗികളുണ്ടായി ലോകാടിസ്ഥാനത്തിൽ. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവർ മാത്രമാണ്, ചികിത്സിക്കാൻ പോയവർ മാത്രം, ചികിത്സിക്കാതെ മരണപ്പെട്ടവർ, മാനക്കേട് ഒഴിച്ച് ചികിത്സിക്കണ്ടെന്ന് കരുതുന്നവർ, ഔദ്യോഗിക ചികിത്സകളൊന്നും അല്ലാതെ മറ്റ് ചില സമാന്തര ചികിത്സകൾ ആശ്രയിച്ചവർ, ഇവരൊന്നും ഇതിൽപ്പെടൂല. ശാസ്ത്രലോകം വൈദ്യശാസ്ത്രവും ഇത്രമേൽ വികസിച്ചിട്ടും 10 വർഷത്തെ ദീർഘമായ മരണമാണ് എയ്ഡ്സിന്റെ ഫലം. 10 വർഷത്തെ ദീർഘമായ മരണം. ക്യാൻസർ പിടിച്ചാൽ 3-ാം സ്റ്റേജ് 4-ാം സ്റ്റേജൊക്കെ എത്തിയ ഡോക്ടർ നിശ്ചയിക്കും ഇനി 1 മാസം 1.5 മാസം എന്ന്. ആ സമയത്ത് ഏകദേശം ആള് മരണപ്പെടുകയും ചെയ്യും. അറ്റാക്കൊക്കെ വന്നാലോ എന്തിനാ മരിക്കണത് പോലും അറിയാതെ മരിച്ചോ. എയ്ഡ്സ് അങ്ങനല്ല, 10 വർഷം മിഞ്ചിഞ്ചായി മരിക്കും. ഇങ്ങനത്തെ 33 ദശലക്ഷം ആളുകൾ എയ്ഡ്സ് രോഗികളായി 1998 റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതെങ്ങനെയാണ്? ടൂറിസം വികസിച്ചു, ലോകത്ത് എല്ലായിടത്തും സഞ്ചരിക്കാമെന്നായി. നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ വിയന്നയിലേക്കും ഓസ്ലോയിലേക്കും ഡൽഹിയിലേക്കും കൊൽക്കത്തയിലേക്കും കൊച്ചിയിലേക്കും പോകാമെന്നായി, അബുദാബിയിൽ ചിറ്റാമെന്നായി, ദുബായിലേക്ക് പോകാമെന്നായി. എമിറേറ്റ്സിൽ ഇത്തിരി ഒരു മര്യാദ ഉള്ളത് അബുദാബിയിലാണ് കേട്ടോ, ഷാർജയിലും. ബാക്കിയുള്ളിടത്തൊക്കെ എന്തും ചെയ്യാമെന്നായി. അപ്പൊ ആഗോളീകരണത്തിന്റെ ഭാഗമായി എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങളും ആഗോളവൽക്കരിക്കപ്പെട്ടു. ഇവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ എയ്ഡ്സ് വരുന്നുകൊണ്ടിരുന്നു. ഇത് തന്നെയും 95% വികസ്വര രാജ്യങ്ങളിലാണ് എന്നൊരു ഞെട്ടിക്കുന്ന കണക്കൂടുണ്ട്. ആഗോളീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ലിബറലിസം വല്ലാതെ കയറി വന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ താന്തോന്നിത്തം വരുന്നത്. ഇപ്പോൾ സാധാരണ ഈ ഉള്ള പഴയ ലിബറലിസത്തിൽ നിന്നൊക്കെ മാറിയിട്ട് സമൂഹം ഈ വേറൊരു മാരകമായ വേഷനിലേക്ക് എത്തുകയാണ്. അതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ പുതിയത് വരുന്നുണ്ട്. ഡിങ്ക് എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഡുവൽ ഇൻകം നോ കിഡ്. പണം കൂടിക്കൊണ്ടേയിരിക്കണം, പക്ഷേ കുഞ്ഞ് പാടില്ല, കുടുംബം പാടില്ല, പിന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അതിൻ്റെ ഭാഗമായി എയ്ഡ്സ് വരും. അതിൻ്റെ ഭാഗമായി മറ്റ് പല പല പ്രശ്നങ്ങളും വരും. സെക്സ് നിവൃത്തിക്ക് വേണ്ടി ഇതുവരെയൊക്കെ പിന്തുടർന്നു വന്നിരുന്നൊരു രീതി നമുക്കറിയാലോ. കുടുംബം വേണ്ടെന്ന് തീരുമാനിക്കുന്നവർ, ഔദ്യോഗിക ബന്ധങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നവർ സെക്സിന് വേണ്ടി നടത്തിയിരുന്നത് ലിവിങ് ടുഗദർ ആയിരുന്നു. 2 പേർ ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ളത്ര ഒന്നിച്ച് താമസിക്കുക, വേണ്ടാന്ന് തോന്നുമ്പോൾ പിരിയുക എന്നുള്ളത്. അതിൻ്റെ ദൂഷ്യവശങ്ങളല്ല ഇപ്പം ഞാൻ ചർച്ച ചെയ്യണത്. ഇപ്പം അവിടുന്ന് വിട്ടു എന്നാണ് ഏറ്റവും പുതിയ ട്രെൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനത് പറയണില്ല. നിങ്ങളുടെയൊക്കെ അടുത്ത്, നിങ്ങൾ മാത്രമല്ലല്ലോ, ഇതിൻ്റെ ശ്രോതാക്കളുടെ അടുത്ത് എത്തുന്ന സമയത്ത് അത് എത്തട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രീതി അനുസരിച്ച് കുറച്ചും കൂടി സുതാര്യമാണ്. 2 ആൾക്കും ഫ്ലാറ്റോ വീടോ വേണം. അത് 10 കിലോമീറ്റർ പരിധിയിൽ വേണം. 2 ദിവസം അവിടെയും 2 ദിവസം ഇവിടെയും പാർക്കണം.
ബാക്കി 2-3 ദിവസം സ്വതന്ത്രമായിരിക്കണം. ആ ദിവസങ്ങളിൽ വേറെ വല്ല സ്റ്റെപ്പിനൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. 2 പേർക്കും അതിൽ എതിർപ്പൊന്നുമില്ല, ബാധ്യതകളില്ല, ബന്ധങ്ങളില്ല. ആർക്ക് എന്ത് വന്നാലും മറ്റേ ആൾക്ക് അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. വേണ്ടെന്ന് വെക്കാൻ ഏക കാരണം നിലവിലുള്ള ആളെക്കാളും യോഗ്യനായ ഒരാളെ കണ്ടുമുട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇനി കൂടുതൽ പ്രായോഗികം എന്ന രീതിയിൽ സംഘടന രൂപീകരിക്കപ്പെടുന്നു. അപ്പൊ യൂറോപ്പിലൊക്കെയുള്ള ഏത് വൃത്തികെട്ട തോന്നിയാസങ്ങളും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലായിടത്തും എത്തിച്ചേർന്നു. ഭക്ഷണത്തിൽ പോലും അത്തരം ചില സംഗതികൾ വന്നു. ഭക്ഷണം, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം അത്ര ശരിയല്ല എന്ന് എല്ലാവർക്കും തോന്നി, മക്കൾക്ക് തോന്നി. പുട്ട് നിർമ്മിച്ചു കൊടുത്തോക്ക് വേണ്ട എന്ന് പറയും, എനിക്ക് ബ്രെഡ് മതി എന്ന് പറയും, അല്ലെങ്കിൽ ബർഗർ മതി എന്ന് പറയും. അപ്പം ചുട്ടെടുത്ത് നോക്കൂ, ഇതെന്താന്ന് ചോദിക്കും. പിന്നെ എന്തെന്നെ വേണം, പെപ്സി കുടിക്കണം, കൊക്കോക്കോള വേണം, കെൻഡസി ഫ്രൈഡ് ചിക്കൻ വേണം, മക്ഡൊണാൾഡിൻ്റെ ഭക്ഷണം വേണം, ഇങ്ങനെ കുറേ സാധനം, ലീജിൻസ് കഴിക്കണം. ഇതൊക്കെ ഓരോ ആഗോള ഭക്ഷ്യപദാർത്ഥ നിർമ്മാതാക്കളുടെ ഭീമന്മാരുടെ കുത്തകക്കാരുടെ പേരാണ്. ഇത് കഴിക്കുമ്പോഴേ സ്റ്റാറ്റസ് റെഡി ആവുള്ളൂ എന്ന് വരും. അതേപ്രകാരം മാഗി നൂഡിൽസ് കുരുത്തം കെട്ടൊരു സാധനമാണ്, വളരെ വൃത്തികെട്ടൊരു സാധനമാണത്. അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ലേ. ഈ സാധനം ഒരാഗോള വ്യാപകമായ പ്രതിഭാസമാണ്. കുട്ടികൾക്ക് എന്താ എനിക്ക് ഇന്ന് വേണ്ട രാവിലെ അറിഞ്ഞാൽ എനിക്ക് നൂഡിൽസ് മതി എന്ന് പറയും, അതല്ലെങ്കിൽ എനിക്ക് ഈ ടൊമാറ്റോ പൊരി മതി എന്ന് പറയും. അത് കുറേ പേരിലുണ്ട്, കറുമുറ മുതൽ പിടിച്ചിട്ട് പല സാധനങ്ങളുണ്ട്. അതിലുപയോഗിക്കുന്ന പല വസ്തുക്കളും മാരകമായ ക്യാൻസറിന് പോലും കാരണമാകുന്നു എന്ന് പഠനങ്ങളുണ്ട്. കൊള സ്ഥിരമായി കുടിക്കുന്ന ഒരു പെണ്ണിന് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ട് ഇപ്പോൾ അമേരിക്കയിൽ കേസ് നടന്നിട്ട് കൊക്കോക്കോള കമ്പനി എത്രയോ കോടി ഡോളർ അവർക്ക് വേണ്ടി കൊടുക്കാൻ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നിന്ന് വിധി വന്നത് വായിച്ചിരുന്നു. ഡ്രസ്സിൻ്റെ കാര്യം, നല്ല മാന്യമായ സാംസ്കാരികമായ ഡ്രസ്സ് ഓരോ നാട്ടിലുണ്ടായിരുന്നു, അത് മാറി. പിന്നെ മൊത്തത്തിലൊരു ഡ്രസ് കോഡിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചുരിദാർ ഇപ്പം ഇങ്ങനെ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ മഹത്തേറിയൊരു വസ്ത്രമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ പോലും ഈ മുട്ടിൻ്റെ അതുവരെയൊക്കെ തൂങ്ങി നിന്ന് അത്യാവശ്യം നിമ്നോന്നതികളൊക്കെ മറക്കുന്നൊരു സാധനമായിരുന്നു, അത് എടുത്തുപോയി. പിന്നെ ഈ മാറ്റുവല്ലൂരൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിൽ പറയുന്ന ഈ ഹിപ്പികളുണ്ട്, ഹിപ്പികൾ, അതൊരു തെറിച്ച തോന്നിവാസികളായിരുന്നു. അവരുടെ ലൈംഗിക ഭാഗങ്ങളൊക്കെ സമൂഹത്തിന് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല കൃത്രിമ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അவ்விധത്തിലേക്ക് കാര്യങ്ങളെത്തി. സ്ത്രീകൾക്ക് സ്ലീവ്ലെസ് ഡ്രസ്സേ പറ്റൂ, അത് കഷ്ടിച്ച് വയറിൻ്റെ താഴെ ഭാഗത്ത് കിടത്തിയാൽ മതി, അതിൻ്റെ താഴെ കൊട്ടിപ്പിടിച്ച് എന്തെങ്കിലും ഒരു സാധനം ധരിച്ചാൽ മതി. ഇതൊരാഗോള പ്രതിഭാസമായി മാറുന്നു. എല്ലായിടത്തു പോയാലും ഇങ്ങനത്തെ ഒരു കോമൺ ഡ്രസ്സ് കാണുന്നു. സാംസ്കാരികമായുള്ള ചില കൈമാറ്റങ്ങൾ ഓരോ സമൂഹവും സൂക്ഷിച്ച കുറേയേറെ നല്ല നല്ല മൂല്യങ്ങളെ തകർത്ത് കളഞ്ഞതിന് ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. പിന്നെ ക്രിമിനൽ വൽക്കരണം മുതൽ ഈ ഡെബിറ്റ് കാർഡ് പോലെയുള്ളതിലെ പറ്റിക്കൽസ് വരെ ഒരൊറ്റ നിമിഷം കൊണ്ട് കുറേ ആളുകൾ മൊത്തം ബാലൻസ് ശൂന്യരായി മാറുന്നു. കേരളക്കാരൊക്കെ ഈ സാമ്പത്തിക രംഗത്ത് പറ്റിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. ആരെങ്കിലും വരെ ഇതാ പറ്റിക്കപ്പെടാൻ ഞങ്ങളിരിക്കണമെന്ന് പറയണത് പോലെയാണ്. 10-22 വയസ്സ് മാത്രമായിരുന്നു ശബരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്. അവൻ്റെ കയ്യിലാണ് 2000 കോടിയോളം കേരളക്കാരെ ഏൽപ്പിച്ചത് ടൈക്കൂൺ എന്ന തട്ടിപ്പ് പരിപാടി. പിന്നെ എത്ര നമ്മൾ കണ്ടു, പിന്നെയും കാണും. കാര്യം തട്ടിപ്പാക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ, ഇതേ ഞാൻ റെഡിയായി നിൽക്കണമെന്നാണ് ഓരോ കേരളക്കാരനും പറയണത്. ഈ സമ്പത്ത് ഇനിയും കുമിഞ്ഞുകൂടണമെന്ന വിചാരത്തിൽ മാന്യതയും സഭ്യതയും ഭേദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണം കൂടണമെന്ന് കരുതുമ്പോൾ ഇന്ന സംഗതി അതിന് പറ്റും, ഇന്നതങ്ങനെ പറ്റുമെന്ന് പറഞ്ഞ ഏജന്റുമാർ വരും. അതിന് കുറേ ക്ലാസ്സുകളൊക്കെ നടക്കും. നമ്മുടെ ജില്ലയിലൊക്കെ പലയിടത്തും നടക്കും ക്ലാസ്സുകൾ. എന്നിട്ട് ഈ ക്ലാസ് എടുക്കാൻ വരുന്ന ചങ്ങാതി എന്തായിരിക്കും, ഒരു വലിയ ബെൻസിലോ BMW ഒക്കെയാണോ വരിക, കൂട്ടുകാരൻ്റെ കടം വാങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തതായിരിക്കും. കഴുത്തിൽ വലിയ കനുള്ള മാല ഉണ്ടാവും, ചിലപ്പോൾ അത് തിരൂരിന്നായിരിക്കും സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. നല്ല ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് കിട്ടും, പല കമ്പനിയുടെയും കോപ്പി വാച്ച് കിട്ടും.
അപ്പോൾ നല്ല വില കൂടിയ റോളക്സ് വാച്ചിൻ്റെ ഒക്കെ കോപ്പി കിട്ടും, അതൊക്കെ ഇട്ടിട്ടുണ്ടാവും, നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇടും. എന്നിട്ട് പറയും എനിക്കുണ്ടായിരുന്ന ഒരു ഭൂതകാലം, അന്ന് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു, ഞാനിങ്ങനെ മത്തിയൊക്കെ ചാള ഏറ്റിയിട്ട് ചെറിയ കുടി ഒലിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പം കണ്ടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊലിപ്പിക്കും. ഈ സാസിലിരിക്കണം ഇങ്ങനെ പൊന്താണ്, ഇതേ എൻ്റെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ക്യൂനെറ്റ് എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട സാമ്പത്തിക തട്ടിപ്പുണ്ട്, അത് പേരൊന്നും മറച്ചു വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ക്യൂനെറ്റ് ഗൾഫിലൊക്കെ ഉള്ള പല പാവപ്പെട്ടവന്മാരെയും അത് സ്വാധീനിച്ചു. അത് ചില്ലറ പൈസന്റെ കളിയല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്ന അവന്റെ മാതിരി ഒന്നുമല്ല, ചില്ലറ പൈസന്റെ കളിയല്ല. അതിലെ ഒരു ആള് കൂടാന്ന് പറഞ്ഞാൽ തന്നെ 4,70,80,000 രൂപ വേണം. എന്നിട്ട് അയാൾ 2 പേരെ ചേർക്കണം, ഇങ്ങനെ ശൃംഖല പോയിക്കൊണ്ടേയിരിക്കണം. ഒരാളെ ചേർക്കുമ്പോഴേക്ക് 60,000 ഉറുപ്പ്യ കിട്ടും. എന്തിനാ ഈ 60? അതിൻ്റെ മതപരമായ സാധുത എന്താണ്? ഈ 60 എങ്ങനെ കിട്ടണതാണ്? ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരാളെ സോപ്പടിക്കണ്, ഇങ്ങനെ ഉണ്ട്, അത് കിട്ടും എന്ന് പറഞ്ഞിട്ട്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 4,80,000 രൂപ തരുമെന്ന് പറയണം. ഈ 4,80,000 രൂപ അവൻ്റെക്കൊന്ന് മേടിക്കണേന് മാത്രം എനിക്ക് 60,000-70,000 രൂപ അപ്പം കിട്ടും. അതങ്ങനെ പോകും ഈ ശൃംഖല. അതിനിടയിൽ ഏറ്റവും കൗതുകരമായൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2-3 വസ്തുക്കൾ കൊടുക്കും, ഇതിൻ്റെ വിലയാണിത് എന്ന് പറഞ്ഞിട്ട്. ആ വസ്തുക്കളിൽ ഒന്ന് നെക്ലേസാണ്, അതിന് 2-2.25 ഉറുപ്പ്യാണ് അവർ വില ഇടുന്നത്, ലക്ഷം. ഷൂ ഉണ്ട് 70,000-ൻ്റെ, വാച്ചുണ്ട് ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ. മൊത്തം കണക്കാക്കുക, ഇതിൻ്റെയൊക്കെ വില ഇതാണ്, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയാലോ എന്ന് പറയും. ഈ നെക്ലേസിന് 4-5 ജ്വല്ലറിയിൽ കൊണ്ടുപോയപ്പോൾ ഒരു ജ്വല്ലറിക്കാരൻ മാത്രമാണ് ഒരു വമ്പിച്ച വില പറഞ്ഞത്, 9,000 ഉറുപ്പ്യ. 2.5 ലക്ഷം ഉറുപ്പ്യൻ്റെ സാധനമാണിത്. 1.5 ലക്ഷത്തിൻ്റെ വാച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാച്ച് കടയിൽ 3 ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തള്ളിയപ്പോൾ എത്രയെങ്കിലും കിട്ടിയ അത്ര സന്തോഷമായി, നിങ്ങളത് വിറ്റ് തരണം എന്നാണ് പറഞ്ഞത്. അയാൾ 3,000 ഉറുപ്പ്യ വില വെച്ചിട്ട് 4 മാസം കഴിഞ്ഞിട്ട് ആരും അത് വാങ്ങിയിട്ടില്ല. ഈ പറയണ പോരിശയും സ്റ്റേജിലിരുന്നിട്ട് വളരെ ഉഷാറിൽ മോട്ടിവേഷൻ ചെയ്യണ പോരിശൊന്നും യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല. കുടുംബം തകർന്നവരുണ്ട്, മക്കളും പിതാവും തെറ്റിപ്പിരിഞ്ഞവരുണ്ട്. അതിലേറെ മാരകമായ കുറേ സംഗതികളൊക്കെ ഉണ്ട്. ആ പവറാക്കി നടക്കണം, അപ്പോഴേ ആളുകൾ വരുള്ളൂ. അതിനുവേണ്ടി പള്ളി നിർമ്മാണമൊക്കെ നടക്കുമ്പോൾ ഏകദേശം 1-ാം നില ഫുള്ള് ഞാനിവിടെ ഏറ്റോളാം എന്നൊക്കെ പറയും. എന്താ പോലും കിട്ടിയെന്ന് ചർച്ച വരണം. അപ്പം ഇങ്ങനെ സംസാരിക്കണം, എന്താ കിട്ടി, ഇപ്പോൾ വലിയൊരു ബിസിനസ് നടത്തണില്ലേ, ആണോ, അങ്ങനെ ആൾ വന്നുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ തെറ്റിപ്പിരിഞ്ഞിട്ട് AC പള്ളിയിലെ മൊത്തം AC ഏറ്റെടുത്ത ആളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരെന്ന് AC എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾ എയർലൈക്കുന്നു. ഇനി എങ്ങനെ മൊത്തം AC കൊടുക്കുക? അവസാനം വീട്ടിൽ ശേഷിക്കുന്ന ഏതോ ഒരു തരി മിനിങ് വിറ്റിട്ട് ഒരു AC കൊടുത്ത് ഇതിനടുത്ത് തണുത്തോളം നിങ്ങളെന്ന് പറഞ്ഞ് വിട്ട കഥയൊക്കെ ഉണ്ട്. കുടുംബം തകരുക. ഈ സാമ്പത്തിക കൊതി മൂത്തിട്ട് ധർമ്മവും അധർമ്മവും തീരെ പരിഗണിക്കാതെ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ധാർമ്മികമായ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പണം 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 എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ലോകാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അനന്തര ഫലം കൂടെയാണ് ഗസയിലൊക്കെ നടക്കുന്നത്. ആ നാട് പിടിക്കണം, അവിടെ ടൂറിസം തുടങ്ങണം. ട്രംപ് എന്താ പറഞ്ഞത്? ബാക്കിയുള്ളവരൊക്കെ പോയിക്കോളൂ, ലബനാനൊക്കെ അവരോട് സ്വീകരിച്ചാൽ മതി, എന്നിട്ട് അവിടെ ഞങ്ങൾ ടൂറിസം തുടങ്ങാണ് എന്നാണ്. എന്തിനാ ടൂറിസം? ടൂറിസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പരീക്ഷണമാണ്. സംസ്കാരം മൊത്തം തകർക്കുന്ന വൃത്തികെട്ടൊരു രീതിയാണ്. ആരൊക്കെ എതിർത്താലും അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ലക്ഷദ്വീപൊക്കെ ശാന്തമായൊരു പ്രദേശമായിരുന്നു, ടൂറിസത്തിന്റെ പേരിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭരണാധികാരികൾ. ബിത്ര എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ് മുഴുവനായി ആളുകളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ നിൽക്കുകയാണ്. നിങ്ങളുടെ ലാൻഡിന് ഇപ്പോഴത്തെ വില ഞങ്ങൾ തരും, ഞങ്ങൾ അവിടെ പോയി താമസിക്കണം, അതൊന്നും ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ ഇവിടുന്ന് പോയിരിക്കണം, കാരണം അത് വിൽപ്പനയ്ക്ക് വെക്കാൻ നിൽക്കുന്നു, സൈനിക ആവശ്യങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ആശ്വസിക്കാം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് കരുതാം. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ടൂറിസത്തിൻ്റെ അതിപ്രസരമാണ്. ഇപ്പോൾ തന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നോക്കൂ. ആത്മഹത്യ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കൊലപാതകം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പേരിന് സ്ഥാപിച്ച ജയിലുകളൊക്കെ അങ്ങനെ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അവർക്ക് മതിലുകളില്ല, വീടുകൾക്ക് ചുറ്റും മതിലുകളില്ല. ഇതുവരെയും അവർ വാതിൽ അടച്ചിട്ട് കടന്നുറങ്ങാറില്ല.
കോഴികൾക്ക് കൂടുപോലുമില്ല. പിന്നെ ഇത്തിരിയുള്ള ചെറിയ മരങ്ങളുണ്ട്, ഈ ശീമച്ചക്ക പോലുള്ളത്, അതിൻ്റെയൊക്കെ കമ്പത്തിരിക്കും ഈ കോഴികൾ. ഏത് കോഴി മുട്ട ഇട്ടാലും ആ കോഴിയുടെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് എത്തും. അത്രമേൽ സൗഹൃദപരാണ് അവർ. കോഴിയുടെ ചിറകിനുള്ളിൽ ഒരു ചെറിയ തുണി തൂക്കിയിട്ടുണ്ടാകും. ചുവപ്പ് തുണി തൂക്കിയതൊക്കെ ഒരു വീട്ടിലെ കോഴി, വെള്ള തൂക്കിയത് ഒരു വീട്ടിലെ കോഴി, പച്ച തൂക്കിയത് മറ്റൊരു വീട്ടിലെ കോഴി. ഈ പച്ച തൂങ്ങിയ കോഴിയിട്ട മുട്ട ആ പച്ചയുടെ വീട്ടിലേക്ക് തന്നെ എത്തും. അത്രക്ക് സൗഹൃദത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ലാൻഡിന് തിരിച്ചറിയാൻ മതിൽ പോലുമില്ല. പിന്നെ ഏതാ നിങ്ങളുടെ അതിർത്തി എന്ന് വെച്ചാൽ ഏകദേശം ഇവിടെ മാന്തിയ കിട്ടുന്നതാണ്. അവർ ഭൂമിക്കുള്ളിലാണ് മതിൽ കുഴിച്ചിട്ടിരിക്കുന്നത്, അടയാളക്കല്ലുകൾ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു നാടിനെ തീർച്ചയായും കൊലപാതകികളുടെയും ആത്മഹത്യക്കാരുടെയും തലസ്ഥാനാക്കി മാറ്റാൻ പോകുന്നു. ഇനി അവിടുന്ന് റിപ്പോർട്ടുകൾ കിട്ടും. അവരോരോ സമയത്തും മൗലൂദ് ഓതിയിട്ടും റാത്തീബ് ഓതിയിട്ടും അവരുടെ പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കും. ദീന് വിട്ടിട്ട് അവർക്കൊരു പ്രത്യേക ചിന്തകളേ ഇല്ല. നല്ല പക്കാ പാവം നിഷ്കപടരാകുന്ന മനുഷ്യർ. അവരെ പറ്റിക്കുന്ന രീതി പണ്ടന്നെ ഉണ്ട്. നല്ല കാമ്പുള്ള കൊപ്രയിട്ട് അവർ കോഴിക്കോട്ടും മറ്റും വരും. അത് പറഞ്ഞു മൂല്യം കെടുത്തിയിട്ട് കുറച്ച് വിലക്ക് വളരെ മാരകമായ രീതിയിൽ വില കുറച്ചുകൊണ്ട് ഈ കച്ചവടക്കാർ തട്ടിയെടുക്കും. ഈ സാധു മനുഷ്യന്മാർ ഹോട്ടലിൽ പോയാൽ പോലും പണ്ടൊക്കെ എന്തായിരുന്നു ഇത്ര രീതി? കോയക്കൊരു ചായ എന്ന് പറയും. അതോടുകൂടെ മനസ്സിലാവും ലക്ഷദ്വീപിലെ മനുഷ്യനാണ് ഈ ചായ പറയണതെന്ന്. പിന്നെ മധുരോടുമില്ല, പാലും ഒഴിക്കൂല, പേരിനൊരു വെള്ളം കൊടുക്കുന്നു. അത്ര പോലും പറ്റിക്കാൻ കരക്കാരും വളഞ്ഞ വക്രബുദ്ധിക്കാരും ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് പോലും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ടൂറിസം വരുന്നതോടുകൂടെ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞല്ലോ, 33 ദശലക്ഷത്തിൻ്റെ എയ്ഡ്സിൻ്റെ കണക്ക് മദ്യം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ട് വൃത്തികേടുകൾ കണ്ട് ഇങ്ങനെ സാംസ്കാരികമായി അധപ്പതനൊന്നും അറിയാത്ത സാധു മനുഷ്യർ നശിച്ച് കുലം മുടിയും. വലിയ ആശുപത്രികൾ വേണ്ടി വരും എയ്ഡ്സിന്റെ വ്യാപനം കാരണം. അപ്പൊ ടൂറിസം എന്ന പേരിൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നു കുറെ ആളുകൾ, അതിൽ നിന്ന് വെള്ളം ഊറ്റിക്കൊണ്ടേയിരിക്കുന്നു കുറെ ആളുകൾ, നശിക്കാൻ വേണ്ടി ഒരു വലിയ സമൂഹവും. എങ്ങനെയാണ് സാമ്പത്തികമായി ക്രൈസിസ് വരുന്നത്? കുറേ കാരണങ്ങളുണ്ട്. ഈ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുവരാം. ഒരു നാട് മൊത്തം പ്രകൃതി ദുരന്തം വന്നാൽ വീടില്ലാതായി പോകും. അവരുടെ രേഖകളെല്ലാം നശിക്കും, ബാങ്കും ബാലൻസും ഒക്കെ ഇല്ലാതെയാകും. അത് പൊതുവെ മനുഷ്യന് തരണം ചെയ്യാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് നേരിട്ടത് പ്രതിരോധിക്കാൻ സാധ്യമല്ല. അതല്ലാത്ത രീതിയിൽ ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ കൊണ്ട് പ്രകൃതി ദുരന്തങ്ങളെക്കാൾ മാരകമായ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകും. അതാണ് ഇന്ത്യ അനുഭവിച്ച നോട്ട് നിരോധനം. ഒരു 4-5 മാസം എടുത്തു അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ. പറഞ്ഞ ഏതെങ്കിലും ഒരു ഗുണങ്ങൾ അതുകൊണ്ട് സാധ്യമായോ? തീരെ സാധ്യമായില്ല. കള്ളപ്പണങ്ങളെല്ലാം കുടുങ്ങിപ്പോകുമെന്നായിരുന്നു അവകാശവാദം. വളരെ നേരിയ ശതമാനമല്ലാത്ത പണമൊക്കെ തിരിച്ചെത്തി എന്നാണ് റിസർവ് ബാങ്ക് പിന്നീട് പുറത്തിറക്കിയ കണക്ക്. വളരെ നേരിയ പണം, അതിൽ കള്ളപ്പണം ഒതുങ്ങൂല. ആളുകള് ബാങ്ക് കൊടുക്കാൻ മടിച്ചതും കാണാതെ പോയതും അങ്ങ് കീറിക്കളഞ്ഞതും അല്ലെങ്കിൽ ഈ ദ്രവിച്ചു പോയതൊക്കെ ഉള്ള കുറച്ച് സാധനം അതേ എത്താത്തതുള്ളൂ. ബാക്കിയുള്ള 1000ന്റെ നോട്ടുകളെല്ലാം തിരിച്ചെത്തി. പിന്നെന്ത് സംഭവിച്ചു? അപ്പൊ ഈ കള്ളപ്പണം നിരോധിച്ചോ? അതിനുശേഷം ഈ മയക്കുമരുന്നിന്റെ വൻ കടത്തലുകളില്ലാതെയായോ? അദാനി സീപോർട്ടിലൊക്കെ 10,000 കോടികളുടെയൊക്കെ ഡോളറിന്റെയാണ് പറയണത് വലിയ മയക്കുമരുന്ന് വേട്ടകൾ ഉണ്ടായില്ലേ? പിന്നീട് അതിനെന്ത് സംഭവിച്ചു? ഈ മയക്കുമരുന്ന് പിന്നെ എന്തായി? നശിപ്പിക്കപ്പെട്ടോ? ഇതിന്റെ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ? ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നണില്ല. ഒന്നും സംഭവിക്കാതെ അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ നടക്കുന്നു. കള്ളപ്പണം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ വലിയ പാർട്ടികളുടെ ഫണ്ടിൽ പലതും കള്ളപ്പണമാണെന്ന റിപ്പോർട്ടുകൾ വന്നില്ലേ? പലപ്പോഴും പിടിക്കപ്പെട്ടില്ലേ? കള്ളപ്പണം ഒഴുകിയെന്നോ? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്നല്ല, ഗവൺമെന്റുകളുടെയൊക്കെ തലതിരിഞ്ഞ കുറെ പരിപാടികൾ കൊണ്ട് മനുഷ്യർ ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പോകും. പരിശുദ്ധ ഇസ്ലാം ദാരിദ്ര്യത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വ്യവസ്ഥാപിതവും പ്രായോഗികവുമായ വിവിധ പദ്ധതികൾ സമൂഹത്തിന്റെ മുന്നിൽ കൊടുക്കുന്നുണ്ട്. പട്ടിണി മരണം
തൊട്ടടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രത്തിനും സഹിക്കാൻ പറ്റൂല, സഹിക്കാൻ പാടില്ല. ഇസ്രായേലിന് വേണ്ടിയിട്ട് പാതൊരുക്കി കൊടുക്കുന്ന അറേബ്യൻ ഭരണാധികാരികളുണ്ട്. അതൊക്കെ ചില കരാറിൻ്റെയും നേരത്തെ ഞാൻ പറഞ്ഞ ആഗോളവൽക്കരണത്തിൻ്റെയും മറ്റൊരു സൈഡ് എഫക്റ്റാണ്. ഇങ്ങനെ കുറേ കരാർ ആദ്യം തന്നെ ചെയ്തു വെക്കുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ സംവിധാനങ്ങൾ അത് ലംഘിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വിഷമമുണ്ടെങ്കിൽ പോലും കണ്ടു നിൽക്കേണ്ടി വരും കൂട്ടക്കൊലകൾ. എന്തുകൊണ്ട് അറബികൾ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഒരു ചോദ്യമല്ലേ? പ്രതികരിക്കാൻ പറ്റാത്ത വിധം അവർ ലോക്കിലായി എന്നതാണ് അതിന് യഥാർത്ഥ ഉത്തരം. അവർക്ക് മാനസികമായിട്ട് വിഷമല്ലേ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഏതൊരു മനുഷ്യനും വിഷമമുണ്ട്. എന്നാൽ എന്നിട്ടും ഈ ഇസ്രായേലിൻ്റെ ടാങ്കർ കൊണ്ടുപോകാൻ എന്തിനാണ് UAE ഭൂമി വിട്ടുകൊടുക്കേണ്ടത്? അങ്ങനെ കരാറുകളുണ്ട് എന്നുള്ളതാണ് വിഷയം. ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങുമ്പോൾ കുറേയേറെ നഷ്ടങ്ങൾ എല്ലാവർക്കും വന്ന് ഭവിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട്. എന്നാലും ചിലതൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. പച്ചക്ക് പട്ടിണി കിടന്ന് പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ അതിന് ആലസ്യം തടസ്സമാകുന്നു, ആഘോഷങ്ങൾ തടസ്സമാകുന്നു. അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മഹാരാജാക്കന്മാർ പിണങ്ങി പോകുമോ എന്നുള്ളൊരു ആശങ്ക വരുന്നു. അവരുദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷനുകളും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇനി എണ്ണയുടെ വരുമാനം നിന്നാലും മുണ്ടയിച്ച പെണ്ണുങ്ങളെ കൊണ്ട് വരുമാനം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കത് വിഷമാവുമെന്ന് തീരുമാനം വരുന്നു. അങ്ങനെ വരുമ്പോൾ തൽക്കാലം കണ്ണടക്കാമെന്ന് വിചാരിക്കുന്നു. പാവപ്പെട്ട പലസ്തീനിയൻ മക്കൾ പിന്നെയും പിന്നെയും വിശന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ മരണത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. എത്ര ദുഃഖസാന്ദ്രമാണ് അവസ്ഥ. ഏതോ കുറച്ച് ആളുകൾ ചേർന്ന് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് അവരിതിനൊക്കെ ന്യായം പറയുന്നത്. അതിനുവേണ്ടി എത്ര പിഞ്ചുമക്കളെ കൊന്നു. ഈ പിഞ്ചുമക്കൾ അതിൽ ഏതെങ്കിലും രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? മനുഷ്യനൊരു മനസ്സാക്ഷി വേണ്ടേ? അറ്റാക്ക് ചെയ്ത ആളുകളെ പിടിക്കണം. അവരിതുവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അവിടെ ശൃംഖല തകർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. അവർ തട്ടിക്കൊണ്ടുപോയ ആളുകളെ പലപ്പോഴും ഇവർ ചില കരാറുകളുടെ ഭാഗമായി മോചിപ്പിച്ചതല്ലാതെ ഒരൊറ്റയാണ്. ഈ ധീരതയും ശൂരതയും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഹങ്കാരമൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണത്തിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞോ? ഞങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇന്നയാളെ, ഞങ്ങളെ ഇന്ന പട്ടാളക്കാരനെ ഇതേ ഞങ്ങൾ മോചിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങളുടെ ശൂരത്വം കണ്ടോളി എന്ന് പറയാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചു? ഇല്ല. പാവപ്പെട്ടമാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു, ശരീരമാസകലം വികൃതമാക്കി, പട്ടിണിക്കിട്ടിട്ട് എല്ലും തോലുമാക്കി മാറ്റി. ഏതെങ്കിലും രീതിയിൽ ഹമാസിനെ തകർക്കാൻ കഴിഞ്ഞോ? ഇല്ല. പിന്നെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? പച്ചക്ക് കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുക 100,000-ലേറെ മനുഷ്യരെ. ഇത് നോക്കി നിൽക്കാൻ നിർബന്ധിതരാകുന്ന അയൽക്കാർ, അവരതിനെ നിർബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കരാറുകാർ, ഏതെങ്കിലും രീതിയിൽ അങ്കിൾ സാമിൻ്റെ വളർത്തുപട്ടിക്ക് വിഷമം വന്നാൽ അവിടെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വരുന്ന കുറേ യൂറോപ്യൻ ഭീമന്മാരും അമേരിക്കയും. അങ്ങനെയാണ് ഒരാഴ്ച കൂടെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നീണ്ടു നിന്നാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിശേഷം ഇല്ലാതെയാകുമെന്ന ബോധം കൊണ്ടാണ് ചാടിമറിഞ്ഞ് സമാധാനത്തിൻ്റെ കരാറും വെടിനിർത്തലും ഉണ്ടാക്കിച്ചത്. അല്ല, സമാധാനമാണെന്ന് കരുതിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനോട് ചിലക്കാണ്ട് പോകാൻ പറയണം ഫലസ്തീനിൽ നിന്ന്. ഇതുവരെ പറഞ്ഞിട്ടില്ല. സമാധാനമല്ല ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള മറ്റു വാറുകൾ ഇല്ലാതെയാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തണം. നടന്നില്ല. പിന്നെ എന്തുമാത്രം നടന്നു? ഇസ്രായേൽ ഇറാൻ യുദ്ധം ചാടിക്കളിച്ചു നിർത്തി. അല്ലെങ്കിൽ ഞങ്ങളതിൽ ഇനി കുറച്ച് ആയുധങ്ങളുണ്ട്, അത് എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേന് വിറച്ചുപോയി. അതുകൊണ്ടാണ് സ്വന്തം ഈ പട്ടാള ക്യാമ്പിൽ ഖത്തറിൽ ഗംഭീരമായി നാശനഷ്ടം വരുത്തിയിട്ടും അതിപ്പോൾ തൽക്കാലം സാരല്ല എന്ന് വിചാരിക്കേണ്ടി വരുന്നത്. ഈ രീതിയിലേക്ക് ലോകം കൂപ്പും കുത്തുന്ന പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ഇസ്ലാം ഈ ദാരിദ്ര്യത്തിൻ്റെ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. വളരെ ചുരുക്കി പറയാം. ഒന്ന്, മടി, കസല്, ഈ അലസത. അങ്ങനെ ഉണ്ടായാൽ ദാരിദ്ര്യം വരും. കഠിനമായി അധ്വാനിക്കണം എന്നാണ് പറയുന്നത്. വിജ്ഞാനം കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, സമ്പത്ത് കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, ബുദ്ധി ഉപയോഗപ്പെടുത്തണം, ശാരീരിക ക്ഷമത ഉപയോഗപ്പെടുത്തണം. മൗന ഗസാലി റളിയല്ലാഹു അൻഹു അത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാനം കിട്ടാതെ, അധ്വാനിക്കാതെ വിജ്ഞാനം കിട്ടട്ടെ എന്ന് കരുതുന്നയാളെ മൗന ഗസാലി ഉപമിക്കുന്നത് നിധി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ജോലി ചെയ്യാത്തവനെ പോലെയാണ്. രണ്ടും വളരെ മോശം പ്രവണതയാണെന്നാണ് മഹാനുഭാവം പഠിപ്പിക്കുന്നത്. അപ്പം നന്നായിട്ട് അധ്വാനിക്കണം, അള്ളാഹു നൽകിയ വിഭവങ്ങളും ബുദ്ധിയും ഉപയോഗപ്പെടുത്തണം.
കസിൽ എന്ന് പറയുന്ന സാധനം മുസ്ലിമിന് പാടില്ലെന്ന്, മുസ്ലിം എപ്പോഴും എനർജറ്റിക് ആവണമെന്ന് അള്ളാൻ്റെ റസൂൽ എപ്പോഴും പറയണതാണ്. തീരെ ഒരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും കട്ട് ഓഫ് എന്ന് പറഞ്ഞ സഹാബി വര്യന് ഔഷധം കുറിച്ചു കൊടുക്കുകയല്ല അവിടുന്ന് ചെയ്തത്. നേരെ മറിച്ചിൻ്റെ നടത്തം സ്പീഡ് കൂട്ടണം എന്നാണ് പറഞ്ഞത്. ഒന്ന് സ്പീഡിൽ നടക്കണം, അപ്പോൾ ഒന്നുകൂടി ഉഷാറായി തീരുന്നു. അപ്പം ഈ മടിച്ചിരിക്കൽ എന്ന് പറയുന്നത് മതം പറയുന്ന സാമ്പത്തികമായ അധോഗതി എന്ന് വെച്ചാൽ കടം, ദാരിദ്ര്യം വരാനുള്ള ഒരു കാരണമാണ്. പിന്നെ അലസമായ രീതിയിൽ സമ്പത്ത് ചെലവഴിക്കൽ, ഭക്ഷണം, വസ്തുക്കൾ പോലെയുള്ളത് ലഭ്യമാവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കൽ, പിന്നെ ദുർവ്യയം ചെയ്യൽ. ഞാനതിൻ്റെ ഹദീസുമായിട്ടൊന്നും പറയണില്ല, കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഏകദേശം അവസാനിപ്പിക്കാനായല്ലോ. മതം പറയുന്ന മറ്റൊരു സാധനമുണ്ട്, ചില പ്രത്യേകമായ ദോഷങ്ങൾ ചെയ്യൽ, മാതാപിതാക്കളെ വത്സിക്കൽ, മാതാപിതാക്കളെ ഈ മതം ബഹുമാനിച്ച കാര്യങ്ങളെ അപകീർത്തിപ്പെടുത്തൽ, ഇതൊക്കെ ദാരിദ്ര്യത്തിലേക്ക് വഴിവെക്കുമെന്ന് നമുക്ക് കാണാം. സാമൂഹികവും സാമ്പത്തികവുമായ കുറേ കാരണങ്ങളുണ്ട്. സാമ്പത്തികമായ വികസനത്തിനുള്ള മാർഗങ്ങളില്ലാതെയാവൽ, വരുമാനം കുറയൽ, കൂലി കുറയൽ. ഈ കൂലി കുറയലൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു അനുബന്ധമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല വിദഗ്ധ തൊഴിലാളികളെ അവിദഗ്ധ തൊഴിലാളികളാക്കുക, പിന്നെ സ്ഥിരമായിട്ടുള്ള തൊഴിലാളികളെ താൽക്കാലിക തൊഴിലാളികളാക്കുക, അങ്ങനെയൊക്കെ പകുതിക്ക് വെച്ച് ശമ്പളം കുറക്കുക. എന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ പിരിച്ചുവിടുക. അവർ സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ കൂട്ടുപിടിച്ചിട്ട് അതിനെതിരെ നിയമം നിർമ്മിക്കുക. ഇതൊക്കെ ആഗോളീകരണത്തിൻ്റെ ഭാഗമായി ലോകത്ത് സംഭവിച്ച പട്ടിണി ഉണ്ടാക്കിയ ചില കാരണങ്ങളാണ്. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക, ഗവൺമെൻറ്റിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ഈ നിയമങ്ങൾ ബാധിക്കുക, പിന്നെ സാമ്പത്തികമായ ആസൂത്രണത്തിൻ്റെ കുറവ്. നല്ല അന്തമുള്ളൊരു ഭാര്യയെങ്കിലും വേണം, കാക്കക്ക് അന്തല്ലെങ്കിൽ ഭാര്യയ്ക്കെങ്കിലും ഒരു അന്തം വേണം. ഇത് രണ്ടാളും ഇങ്ങനെ അന്തം കമ്മികളായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ തൊള്ള വിളിക്കും. അതിപ്പോൾ സംഭവിച്ചു വരുന്നുണ്ട്. കിട്ടണ സമയത്തോ അങ്ങോട്ട് ചിലവാക്കും, പിന്നെ ഇല്ലാത്ത സമയത്തോ ഇനി എന്താ കാട്ടുക എന്ന് പറഞ്ഞ് മേപ്പിട്ട് നോക്കി നിൽക്കുകയും ചെയ്യും. സാമ്പത്തികമായ കൃത്യമായൊരു ആസൂത്രണം വേണം. ഏതിന് മുൻഗണനാക്രമം നടത്തണം എന്ന് വേണം. നമ്മൾ ഏതിനാ ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്? നമ്മുടെ വീട് നല്ല ഉഷാറുണ്ട്, ചോരൊന്നുമില്ല, നല്ല സേഫാണ്, പക്ഷേ കുറേ സീലിങ്ങും ബൾബും ഇല്ലാത്തതുകൊണ്ട് ഒരു ജാതി വിഷമം. നല്ല ഒരു 14 രാവിലൊക്കെ ആകാശത്തേക്ക് നോക്കിയ പോലെ നക്ഷത്രങ്ങൾ വേണം. ഇതിനു വേണ്ടി കുത്തിപ്പൊളിക്കുക. ഈ കുത്തിപ്പൊളിച്ചുള്ള പരിപാടിക്ക് കൂടുതൽ ചിലവാണെന്നുള്ള നമുക്കറിയാലോ അല്ലേ. പക്ഷേ ചിലവരൊന്നും മാനിക്കലില്ല, കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് ബലം കുറയും, രണ്ടാമത്തേത് കൂടുതൽ ചിലവ് വരും. 10 ലക്ഷത്തിൻ്റെ പണി എഴുതിയാൽ 25 അത് നിൽക്കുള്ളൂ. ഇവിടെ തൊടുമ്പോൾ അവിടെ പൊട്ടും, പിന്നെ അത് നേരാക്കി. ഒരു മനുഷ്യൻ്റെ ജന്മം ഫുള്ള് വീട് നിർമ്മിക്കാനെന്നങ്ങോട്ട് വന്നാൽ എന്താ അതിൻ്റെ ഒരു നഷ്ടം? പിന്നെ ആൾക്ക് സങ്കടം, വിഷമം, പ്രയാസം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വീട് കാണുമ്പോൾ സന്തോഷം വരേണ്ടത്, വീട് കാണുമ്പോഴത്തേന് ഭയങ്കരമായ നീറൽ. കാര്യം 20 ലക്ഷത്തിലേറെ ഹൗസിംഗ് ലോൺ ഉണ്ട്, 15 വർഷം കൊണ്ട് വീട്ടിൽ കൊടുക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ഷുഗർ വന്നു, പ്രമേഹം വന്നു. ഇനി എന്താ ചെയ്യുക? മക്കളൊക്കെ നല്ല ജോലിക്കാരായാലും അവരുടെ ധാരാളിത്തത്തിന് തന്നെ ചിലപ്പം പണം തികയില്ല. ഇന്ന് മോന് പണം കിട്ടണ ദിവസമാണ്, ആദ്യമായിട്ട് ജോലി ഇട്ടിട്ട് മാസം തികയണ ദിവസമാണ്. ഇന്നെന്തായാലും ഓനൊരു നല്ല പൈസ ആയിട്ട് ഇതാ വാപ്പാന്ന് പറഞ്ഞ് വരും എന്നിങ്ങനെ കരുതിയിരിക്കണ വാപ്പാൻ്റെ അടുത്ത് നിന്നിട്ടേ, ഇന്നെനിക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയതാ, ഞാനും ഭാര്യയും കൂടി ഒന്ന് സിംഗപ്പൂർക്ക് പോവുക, അതിനൊരു 20,000 കുറവുണ്ട്, വാപ്പ തന്നാണിന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഒരു 20,000 കുറവുണ്ട്, വാപ്പ തന്നാണിന്ന് പറയണേ, അന്തം വിടും. ഈ ആസൂത്രണമില്ലായ്മ കൊണ്ടുവരുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഈ ഫക്കീർ മിസ്കീൻ എന്ന രീതിയിലാണ് ഈ ദരിദ്രരെ നിർവചിക്കുന്നത്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തയാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജോലിയൊക്കെ ചെയ്താൽ അന്നന്ന് കഷ്ടിച്ചിങ്ങനെ ഒപ്പിച്ചു പോകും. ഒരു ദിവസം ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ തപ്പിയൊക്കടി അരി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഒരു നാഴിയൊന്നുമില്ല, അരണ്ട്, അതുകൊണ്ട് ഇയാൾ കഞ്ഞി വാർന്നളാന്നൊക്കെ പറയുന്ന അവസ്ഥ വരും. തീരെ സമ്പത്തില്ലാത്തവനല്ല മിസ്കീൻ. മിസ്കീൻ ഇത്തിരി ഉണ്ടാവും, പക്ഷെ കഷ്ടിച്ച് ജീവിക്കാനൊക്കെ കഴിയും. ഫക്കീർ എന്ന് പറഞ്ഞത് ഒന്നുമില്ലാത്തയാളാണ്. ഖുർആനിൽ പലയിടങ്ങളിൽ ഫക്കീറുമാർക്കും മിസ്കീനുമാർക്കും സഹായവും സേവനവും ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് തന്നെ കൽപ്പിക്കുന്നു.
ഞാൻ ആയത്തുകൾ എൻ്റെ മുമ്പിലുണ്ട്, ഓരോന്നെടുത്ത് സമയം കളയണില്ലേ. സക്കാത്ത് പോലെയുള്ള സംവിധാനങ്ങൾ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുകയാണെങ്കിൽ ദരിദ്രർ ഇല്ലാതെയാകുമെന്നതിന് അനുഭവം സാക്ഷിയാണ്. ലോക ചരിത്രം അതിന് തെളിവ് തരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, 2.5% എന്നുള്ള സക്കാത്തിൻ്റെ ചെറിയ രീതി മാത്രം നമ്മൾ ആലോചിക്കുക. 40% സക്കാത്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. 2.5 മാത്രം ആലോചിച്ച് നോക്കുക. ഒരു സമ്പന്നൻ അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് കൃത്യമായ രീതിയിൽ സക്കാത്ത് നിർവഹിക്കുകയാണെങ്കിൽ ഓരോ കൊല്ലവും കുറേ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ പറ്റും. ഒരു തർക്കമല്ലത്. ഇപ്പൊ ഒരു ജ്വല്ലറിയിലൊക്കെ എത്ര വിൽപ്പന വസ്തുക്കളായി സ്വർണ്ണം ഉണ്ടാവും, എത്ര ലക്ഷം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആ ജ്വല്ലറിയിലുള്ള ഇപ്പൊ മുഹറം 1 തുടങ്ങിയ ഒരു ജ്വല്ലറി പിറ്റത്തെ വർഷം മുഹറം 1 ഒരു വർഷം പൂർത്തിയാകുന്നു. ആ ജ്വല്ലറിയിലെ മൊത്തം വസ്തുക്കൾ, വിൽപ്പന വസ്തുക്കളെ വിലക്കെട്ടിയിട്ട് എത്ര കോടി ഉണ്ടാകും? അതിൽ 2.5% തൻ്റേതല്ലെന്ന് പരിശുദ്ധ ഇസ്ലാം ജ്വല്ലറിയുടെ മുതലാളിയോട് പറയുന്നു. എത്ര കോടി രൂപ ഉണ്ടാവും? എത്ര കോടിയാണെങ്കിൽ അതിൻ്റെ 2.5%. ഒരു 4 ജ്വല്ലറിക്കാർ സംയുക്തമായി നിന്നിട്ട് എൻ്റെ സക്കാത്തിൽ നിന്ന് 10% ഞാൻ ഇന്നവന് കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു ഉപാധി വാങ്ങാൻ പറ്റും. ഷെർവാനി പോലെയുള്ള നമ്മുടെ ഫിഖിൻ്റെ കിതാബിലൊക്കെ പറയുന്നത് കാണാം, ജീവിക്കാൻ ആവശ്യമായ സാധനം കൊടുക്കണം എന്ന്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരാൾക്ക് നല്ല കൃഷി അറിയാം, പറമ്പില്ല, മൂപ്പരിക്ക് പാടം വാങ്ങിക്കൊടുക്കണം എന്ന്. പക്ഷെ പാടായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല, അപ്പോൾ സക്കാത്തിൻ്റെ നിയമം തെറ്റും. ആ മനുഷ്യനോട് പറയണം, ഇത് എൻ്റെ സക്കാത്തിൻ്റെ പൈസയാണ്, ഇത് ഞങ്ങൾ 4 പേരുടെയും സക്കാത്തിൻ്റെ എത്ര % പൈസയാണ്, ഇത് നിനക്ക് തരുന്നുണ്ട്, പക്ഷേ നീ അതുകൊണ്ട് ഇങ്ങനെ പുട്ടടിച്ച് കിടക്കാൻ പറ്റൂല. നമുക്കൊരു പാടം കണ്ടുപിടിക്കാം, അത് ഞങ്ങൾ നിനക്ക് വാങ്ങിച്ചു തരാം, അതിന് ഈ പൈസ നീ കൊടുക്കണം. സക്കാത്ത് കുറച്ച് ചിലറാക്കി വന്നിട്ട് ഇങ്ങനെ 50 റുപ്യയും 20 റുപ്യയും 10 റുപ്യയും, കുട്ടികൾക്കൊക്കെ 10, ഇടത്തര 20, എൻ്റെ മേലുള്ളവർക്കൊക്കെ 50. ആദ്യം ചെല്ലണ സമയത്ത് ഇപ്പം എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞ്, പിന്നെ പലയിടത്തും കറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു പറഞ്ഞ്, ഇതൊന്നുമല്ല സക്കാത്ത്. അങ്ങനൊക്കെ ആരെങ്കിലും കൊടുത്ത് അയാളുടെ കണക്ക് പ്രകാരം മിസ്കിമാരുടെ അടുത്ത് എത്തിയോ സക്കാത്ത് വീടൊക്കെ ചെയ്യും. അല്ല, അത് പറയാതെ വയ്യ. അങ്ങനെ ഒരാൾ കൊടുത്ത് അയാളുടെ കണക്ക് മിസ്കിമാരോ ഫക്കീറോ സക്കാത്തിൻ്റെ അർഹരാകുന്ന 8 വിഭാഗത്തിൽ ആർക്കെങ്കിലും ഒക്കെ എത്തിയിട്ട് തീർന്നു, സക്കാത്ത് വീടും. പക്ഷെ കുറച്ചുകൂടെ പുരോഗമനപരമായി സ്വൈസിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മാലിലെ ഖത്തീബ് അല്ലെങ്കിൽ മാലിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അവരൊക്കെ ഇടപെട്ടിട്ട് കുറേ ആളുകളുടെ സക്കാത്ത് ഒരു കേന്ദ്രത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം. മസലകൾ പാലിക്കുകയും വേണം, അതുകൊണ്ട് സാമൂഹികമായ നവോത്ഥാനം നടക്കുകയും വേണം. ഒരു നമ്പർ പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ ഒരു QR കോഡ് പ്രസിദ്ധീകരിച്ചു, അതിൽ സ്കാൻ ചെയ്യുക, വിടുക, അതോടെ സക്കാത്ത് വീടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. കാരണം സക്കാത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. സക്കാത്ത് വീടാത്ത ആളുകൾ അല്ലാഹു തആല ചെയ്യുന്ന ഒരു ചെറിയ പണിഷ്മെൻറ്റ് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ സമ്പത്ത് ഇങ്ങനെ ലോഹമാക്കി പരത്തി ഷീറ്റാക്കിയിട്ട് അത് നരകത്തിലിട്ട് ഇങ്ങനെ പഴുപ്പിച്ചിട്ട് അതിലിങ്ങനെ പൊതിഞ്ഞു വെക്കുന്നു. ഒരു സാധനമല്ലേ, എന്താ നമ്മൾ തിന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ പൊതിഞ്ഞു വെക്കുന്ന ഒരു സംഭവം, സാൻഡ്വിച്ച്, അതുപോലെ അങ്ങോട്ട് പൊതിഞ്ഞു വെക്കും. അങ്ങനെ ഉണ്ടാവും. അതാ സംഭവിക്കാൻ പോണത്. അപ്പൊ സക്കാത്ത് എങ്ങനെങ്കിലും കൊടുത്ത് തീർത്താൻ പറ്റൂല. പിന്നെ വ്യക്തികൾക്ക് വാങ്ങാൻ പറ്റുന്ന സക്കാത്തും സംഘടിതമായി വാങ്ങാൻ പറ്റുന്ന സക്കാത്തും അതൊക്കെ വിച്ഛേദിക്കേണ്ടതും സംയുക്തമായി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നേരാവണ്ണം പഠിക്കണം. ഇപ്പോൾ ഔദ്യോഗികമാവുന്ന ഈ ഔദ്യോഗിക ഇസ്ലാം ഭരണം നടക്കുന്നിടത്ത് നമ്മുടെ ഖലീഫത്തുൽ മുഅ്മിനീന് പോലും പരോക്ഷ ധനത്തിൻ്റെ സക്കാത്ത് വാങ്ങാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. പ്രത്യക്ഷ ധനങ്ങളുണ്ട്, പറമ്പ്, അതിലുള്ള കൃഷി പോലത്തത്, അതൊരാൾക്കും മൂടി വെക്കാൻ പറ്റൂല്ലോ. 2 ഏക്കർ പറമ്പ് എങ്ങനെ മൂടി വെക്കുക? ഈ റംബുട്ടാനൊക്കെ ആവലുണ്ടാകാതിരിക്കാൻ വേണ്ടി നെറ്റിടണ മാതിരിയുള്ള മൂടിവെക്കലല്ല ഈ പറയുന്നത്. പിന്നെ അത് മൂടിവെക്കാൻ പറ്റൂല. അതാണ് പരോക്ഷ ധനം, പ്രത്യക്ഷ ധനം. എന്നാൽ ബാത്തിനിയായ സക്കാത്ത് ഉണ്ട്, അതിലാണ് ഫിത്ർ സക്കാത്തൊക്കെ പെടുക. അപ്പൊ ഫിത്ർ സക്കാത്ത് ചോദിക്കാൻ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് പോലും ഭരണാധികാരിക്ക് അർഹതല്ലേ, പിന്നെ ഇങ്ങനെ അതല്ലാത്തവർ ചോദിച്ചു വാങ്ങുക. വക്കീൽ മുഅയ്യനാവണം, ഒരു വ്യക്തിയാവണം വക്കീൽ. ഞാനിപ്പോ നമ്മുടെ ജോറുസ്താദിൻ്റെ അടുത്ത് എൻ്റെ സക്കാത്തിൻ്റെ പൈസയാണ്, ഇത് നിങ്ങൾ അർഹർക്ക് കൊടുത്തോളൂ, അല്ലെങ്കിൽ അർഹരെ നിശ്ചയിച്ചിട്ട് ഇന്നയാൾക്കോ കൊടുത്തോളൂ പറഞ്ഞിട്ട് ഏൽപ്പിക്കാൻ പറ്റും. അതൊരു വ്യക്തിയാവണം, മുഅയ്യനാവണം, ഒരു സമൂഹത്തിനൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല.
നിയമങ്ങൾ പാലിച്ച് നമ്മുടെ സമ്പത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ സക്കാത്ത് മേടിക്കാൻ ആളില്ലാത്ത വിധം സംസ്കൃതരാകുമെന്ന്, സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുമെന്ന് ഇസ്ലാം പറയുക മാത്രമല്ല അത് പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗസയിലടക്കം പട്ടിണി പാവങ്ങളെ കുറേയേറെ ആളുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണിക്കാരാവശ്യമാണ് പലർക്കും. അതിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഒരു ക്ലാസ് കൊണ്ടെങ്കിലും പ്രതികരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, അവരും നല്ല പുലരി സ്വപ്നം കാണട്ടെ, അവരും ഭക്ഷണം കഴിക്കാൻ ഒരു ബ്രെഡ് പഞ്ചസാര ഇട്ടവ ചായയിൽ കുത്തിയിട്ട് തിന്നണം എന്നുള്ള ഗസയിലെ കുഞ്ഞുമോൻ്റെ ആഗ്രഹമെങ്കിലും ഒന്ന് നടപ്പിലാകട്ടെ. അതുകൊണ്ടാണ് ഒരു കിലോ പഞ്ചസാര തന്നാൽ ഒരു പാക്ക് ഡയപ്പർ തരാമെന്ന് അവൻ്റെ ഉപ്പ ബാർട്ടർ സമ്പ്രദായം മുന്നിൽ വെച്ചിട്ട് പരസ്യം ചെയ്യണത്. കാര്യം ഡയപ്പർ അവർക്ക് ആവശ്യമുണ്ട്, തുണി പോലും ഇല്ല. ശരിക്ക് മെൻസസ് വന്നാൽ 4 പെൺമക്കളെ എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത് അവർക്കറിയില്ല. എന്നാൽ പോലും കുഞ്ഞുമോൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ബ്രെഡ് കഷ്ണം മധുരമുള്ള ചായയിൽ കുത്തിയിട്ട് തിന്നണം. അതുകൊണ്ട് 1 കിലോ പഞ്ചസാര തന്നാൽ $200 വില ഉണ്ട് അവിടെ ഒരു പാക്ക് ഡയപ്പറിന്. ഡോളർ അത് തരാന്ന് പറയുന്ന പാവപ്പെട്ട പിതാവിനെ നമുക്ക് ഓർക്കാൻ കഴിയണില്ലേ? പടച്ച റബ്ബ് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഗോളീകരണത്തിൻ്റെ ഭാഗമായും മറ്റു നിയമങ്ങളുടെ ഭാഗമായും കുരുക്കിലകപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് ഏത് മതമായാലും ഏത് ജാതിയാണെങ്കിലും അള്ളാഹുവേ നീ മോചനം നൽകണേ റഹ്മാനെ. ഗസയിൽ മരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവിടെ ജീവിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്ക് നീ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചനം നീ സാധ്യമാക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم.